عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. قل صدق الله فاتبعوا ملة إبراهيم حنيفا وما كان من المشركين. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീനിനെ നന്നായി പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇടക്കിടക്കുള്ള ഈ ഒരു കൂടിച്ചേരലുകളാൽ നമ്മുടെ മനസ്സുകളിലുള്ള ഈമാനിനെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും നമ്മുടെ അറിവുകളെ കൂടുതൽ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന വിജ്ഞാന സദസ്സുകളാണ്. ആ വിജ്ഞാന സദസ്സുകളിലേക്ക് താല്പര്യവും ആവേശവും കാണിക്കുക എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. അവൻ ഉദ്ദേശിക്കുന്ന ചില ആളുകൾക്ക് മാത്രം അള്ളാഹു നൽകുന്ന അവൻ്റെ അപാരമായ സൗഭാഗ്യം. അള്ളാഹു മരണം വരെ ആ സൗഭാഗ്യരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഏറെ വിശിഷ്ടമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരുമിച്ചിരുന്നപ്പോൾ സൂചിപ്പിച്ചതാണ്. പവിത്രമാക്കപ്പെട്ട തുടർച്ചയായ 90ഓളം ദിവസങ്ങൾ കടന്നു വരാനുണ്ട്. അതിൽ 26ഓളം ദിവസങ്ങൾ കടന്നുപോയി. ഇനി ബാക്കിയുള്ളത് കുറച്ച് ദിവസങ്ങളാണ്. 90 ഒരുമിച്ച് എന്ന് പറയും 3 മാസം, പവിത്രമാക്കപ്പെട്ട 3 മാസം തുടർച്ചയാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, പിന്നെ ഒറ്റപ്പെട്ട റജബ്. മുളർ എന്ന പേരിൽ അറബികൾ അതിനെ വിളിച്ചിരുന്നു എന്നാണ്. റജബ് എന്നുള്ള ഒറ്റപ്പെട്ടത്, അഥവാ അത് ഒറ്റക്ക് മാത്രം വേറിട്ട് നിന്ന പവിത്രമാക്കപ്പെട്ട മാസം. പവിത്രമാക്കപ്പെട്ട മാസങ്ങൾ ഒരു സത്യവിശ്വാസി കൂടുതൽ സൂക്ഷ്മതയും ശ്രദ്ധയും വെച്ച് പുലർത്തണം. ആരാധനാ കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഗൗരവം കൊണ്ടുവരണം. പ്രത്യേകിച്ച് നിർബന്ധമായ ബാധ്യതകൾ നിർവഹിക്കുമ്പോൾ കണിശത, സൂക്ഷ്മത, ശ്രദ്ധ അതൊക്കെ എന്ത് ചെയ്യണം? കൂടുതൽ മറ്റു മാസങ്ങളെക്കാൾ ഈ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ നമുക്കുണ്ടാവണം. അതേപോലെ തന്നെ അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച കാര്യങ്ങൾ, പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ അതിൽ നിന്ന് പരമാവധി അകന്നു നിൽക്കാനുള്ള ശ്രദ്ധയും ഒരു വിശ്വാസി എന്ന നിലക്ക് എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉപദേശിച്ചത് ആ ഒരു കാര്യം കൊണ്ടാണ്. ആകാശഭൂമികളെ റബ്ബ് പടച്ച അന്ന് മുതൽ റബ്ബിൻ്റെ അരികിൽ വർഷമെന്ന് പറയുന്നത് 12 മാസങ്ങളാണ്. ആ 12 മാസങ്ങളിൽ 4 മാസം പവിത്രമാക്കപ്പെട്ടതാണ് എന്ന് ഓരോ പവിത്രമാക്കപ്പെട്ട മാസം വരുമ്പോഴും നമ്മൾ കേൾക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആയത്താണ്. റബ്ബ് അതിൽ ഗൗരവത്തിൽ പറഞ്ഞു, വലാ തദ്ലിമു ഫീഹിന്ന അൻഫുസക്കും. ഈ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളോട് ദ്രോഹം കാണിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യരുത്? ആക്രമിക്കരുത്. ഒരാളും സ്വന്തത്തിന് ആക്രമിക്കൂല. നമ്മളെ എല്ലാവരും മനുഷ്യൻ സെൽഫിഷാൻ.
എല്ലാ കാര്യത്തിലും സ്വാർത്ഥനാൻ. അവൻ്റെ സമ്പാദ്യമാകട്ടെ, ആരോഗ്യമാകട്ടെ, സൗന്ദര്യമാകട്ടെ, അവൻ്റെ അധികാരമാവട്ടെ, എല്ലാ കാര്യത്തിലും മനുഷ്യർ സ്വാർത്ഥരാൻ. സ്വാർത്ഥത കാണിക്കുന്ന ഒരാൾ ഒരിക്കലും എന്ത് ചെയ്യൂല? സ്വന്തത്തിന് ദ്രോഹമേൽപ്പിക്കൂല. മറ്റുള്ളവരെ ദ്രോഹിക്കും, മറ്റുള്ളവരെ ആക്രമിക്കും. എന്തിനേറെ, സ്വന്തം ബീജത്തിൽ പറന്ന കുഞ്ഞിനെ 3 വയസ്സ് പ്രായമെത്തിയപ്പോൾ എടുത്തു വലിച്ചെറിഞ്ഞു കൊന്ന പെൺകുട്ടിയുടെ ചരിത്രം പറഞ്ഞ കേരളമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊക്കെ വായിച്ച വാർത്തകൾ. എത്ര വേദനിപ്പിക്കുന്ന വാർത്തകളാണ്. ഒരു കുഞ്ഞിനെ ദ്രോഹിച്ച കഥകൾ നമ്മളെ വേദനിപ്പിക്കുന്നുവെങ്കിൽ, ഒരു മനുഷ്യൻ മനുഷ്യൻ സ്വന്തത്തിന് എന്ത് ചെയ്യൂല? സ്വന്തം കാര്യത്തിന് ആരും ദ്രോഹം കാണിക്കില്ല. പക്ഷെ റബ്ബ് പറഞ്ഞ ആ വാക്കിൽ വലിയ അർത്ഥങ്ങളുണ്ട്. വലാ തളിമു ഫീഹിന്ന അംഫുസക്കും ഫലാ തളിമു, ആകയാൽ നിങ്ങൾ അക്രമം കാണിക്കരുത്, ദുൽമ കാട്ടരുത് നിങ്ങളോടന്നെ. നമ്മളോടന്നെ ദുൽമ കാട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളോടന്നെ ദുൽമ കാട്ടുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് ഉദ്ദേശിച്ചത് എന്താ? മഅസിയത്ത് ജീവിതത്തിൽ വരാതിരിക്കുക, റബ്ബിനെ ധിക്കരിക്കാതിരിക്കുക, അള്ളാഹു തന്ന ദീനിനെ മുറുകെ പിടിക്കുക. ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കലാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അനുസരിക്കലാണ്. ആ അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിക്കലുമാണ്. ഇനി അങ്ങനെ തിന്മകൾ വന്നു കഴിഞ്ഞാൽ പശ്ചാത്തപിച്ച് റബ്ബിലേക്ക് കൂടുതൽ ഓടിയെടുക്കാനാണ് ഈ ദീന് പഠിപ്പിച്ചത്. ഈ ദീൻ എന്ന് പറയുന്നത് അള്ളാഹു തന്ന വലിയ നിഅമത്താണ്, വലിയ അനുഗ്രഹമാണ്. കടന്നു പോകുന്ന പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ നമുക്കതിൽ കുറേ കാര്യങ്ങൾ ചേർത്തു വായിക്കാനുണ്ട്. ദീനൻ ഖയ്യിമൻ, അല്ലെ, മില്ലത്ത ഇബ്രാഹിമ ഹനീഫ, ഋജുവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരിപാവനമായ ഒരു മാർഗം, ഒരു ദർശനം, ഒരു മില്ലത്ത്. നമ്മുടെ പിതാവായ അബീന, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം രാവും പകലും റസൂലുള്ളാഹ് ഓർക്കാറുണ്ടായിരുന്ന ഒരു ദിക്റിനെ സംബന്ധിച്ച്, ഒരു പ്രാർത്ഥനയെ സംബന്ധിച്ച്. അല്ലാഹുമ്മ അസ്ബഹ്ന അലാ ഫിത്രത്തിൽ ഇസ്ലാം. വേറെ ചില റിവായത്തിൽ നമ്മൾ പറഞ്ഞു അല്ലാഹുമ്മ അസ്ബഹ്ന അലാ മില്ലത്തി ഇസ്ലാം, അല്ലാഹുവേ ഇസ്ലാമിന്റെ പാതയിൽ ഞാൻ ഇതാ നേരം പുലർന്നിരിക്കുന്നു. വഅലാ കലിമത്തിൽ ഇഖ്ലാസ്, ഏറ്റവും നല്ല ഇഖ്ലാസിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ ഇഖ്ലാസിൽ ഞാൻ ഇതാ പ്രഭാതം പുലർന്നിരിക്കുന്നു. വഅലാ മില്ലത്തി അബീന ഇബ്രാഹിം വഅലാ ദീനി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീന ഇബ്രാഹിം ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. വേറെ ചില റിവായത്തിൽ കാണാം വഅലാ മില്ലത്തി അബീന ഇബ്രാഹിം ഹനീഫ മുസ്ലിമൻ ലം യകു മിനൽ മുശ്രിക്കീൻ. 2-3 രീതിയിൽ ആ ഹദീസിനെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്ത ഇമാം നസായിയുടെയും ഇമാം ഇബ്നു മാജയുടെയും ഇമാം മുസ്ലിമിന്റെയും ഇമാം ബുഖാരിയുടെയൊക്കെ റിവായത്തുകളിൽ എല്ലാ പ്രഭാതങ്ങളിലും നബി തങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന ഒരു ദുആയായി നമുക്കതിനെ കാണാം. അഥവാ ഇർജുവായ ഒരു ദീനിനെ അള്ളാഹ് പരിചയപ്പെടുത്തി. ആ ദീനിനെ മുറുകെ പിടിക്കലാണ് സ്വന്തത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്മ. നമ്മളോട് കാണിക്കുന്ന ഏറ്റവും വലിയ നന്മ ആ ദീനിനെ മുറുകെ പിടിക്കാതെ, അതിൻ്റെ വില മനസ്സിലാക്കാതെ തോന്നിയ പോലെ ജീവിക്കലിൽ നമ്മളോട് കാണിക്കുന്ന ദ്രോഹമാണ്. അല്ലേ? അള്ളാഹുവിന് കീഴൊതുങ്ങേണ്ടതിന് പകരം ഇച്ഛയെ കീഴൊതുങ്ങുക, തനിക്ക് തോന്നിയ പോലെ ജീവിക്കുക, തൻ്റെ ഇച്ഛകൾ, താൻ പറയുന്നതും തൻ്റെ ചിന്താഗതികളും തൻ്റെ ആലോചനകളുമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നത് അത് വിഡ്ഢിത്തമാണ്. അള്ളാഹു പഠിപ്പിച്ചു തന്ന കാര്യങ്ങളിൽ ജീവിതത്തെ ഇസ്തിസ്ലാം ചെയ്യാൻ, മുസ്ലിമാവാൻ, കീഴൊതുക്കാൻ കഴിയുന്നവനാരോ അവനാണ് സൗഭാഗ്യവാൻ. അള്ളാഹു അത്തരം സൗഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നമ്മൾ കടന്നു പോകുന്ന പവിത്രമാക്കപ്പെട്ട മാസം പ്രിയപ്പെട്ടവരെ കൂടുതൽ സൂക്ഷ്മതയും ജാഗ്രതയും ശ്രദ്ധയും ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം. അള്ളാഹു അത് നമുക്ക് നൽകട്ടെ. പ്രത്യേകിച്ച് അത് നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് ആ ഒരു ഗൗരവം നമുക്ക് വരിക. ആ ഒരു കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു 90ഓളം ദിവസങ്ങൾ അടുപ്പിച്ച് വരുന്നതാണ്. പരിശുദ്ധ റമദാൻ വരുമ്പോൾ 30 ദിവസം ഭയങ്കര ശ്രദ്ധയേക്കാരം. അപ്പോൾ TV ഒക്കെ എടുത്ത് നേരെ കെട്ടി പൊട്ടിയെടുത്തേക്കാനോ എല്ലാ ഹറാമിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും ശ്രദ്ധ ഉണ്ടാവും. പക്ഷെ പവിത്രമാക്കപ്പെട്ട മാസത്തിൽ അതിലേറെ ശ്രദ്ധ കടന്നു വരണ്ടേ? റമദാനിനെ അശൂറുൽ ഹുറുമിൽ അള്ളാഹു ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഏറ്റവും ശ്രേഷ്ഠകരമായ മാസം റമദാനാണ്. പക്ഷെ റമദാൻ ശ്രേഷ്ഠകരമാണെങ്കിൽ തന്നെ പവിത്രമാക്കപ്പെട്ട മാസമായി അള്ളാഹു പരിചയപ്പെടുത്തി. യുദ്ധം പാടില്ല, കൊലപാതകങ്ങൾ പാടില്ല, ഇനി അതുപോലെ തന്നെ വേട്ടയാടാൻ പാടില്ല, മറ്റുള്ളവനെ ദ്രോഹിക്കാൻ പാടില്ല, സ്വന്തത്തോട് അക്രമം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അള്ളാഹു വിശിഷ്ടമാക്കിയ മാസം. അത് ആകാശഭൂമികളെ പടച്ച അന്നു മുതലാണ്. റമദാനിന്റെ വിശുദ്ധി വന്നത് എന്നു മുതലാ? അള്ളാഹു ഖുർആൻ ഇറക്കി അന്നു മുതലാണ്, അല്ലേ? ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. പക്ഷെ ആകാശഭൂമികളെ റബ്ബ് പടച്ച അന്നു മുതൽ നമ്മളോട് സൂക്ഷ്മതാബോധം കൈവരിക്കാൻ അള്ളാഹ് പറഞ്ഞു പവിത്രമാക്കപ്പെട്ട മാസം. പക്ഷെ 90 ദിവസങ്ങളിൽ ലോകത്തെ മുസ്ലിമീങ്ങൾ കാണിക്കുന്ന ശ്രദ്ധയും സൂക്ഷ്മതയും എത്രയാണ് നമുക്ക് കാണാം. വളരെ കുറച്ച് ആൾക്കാരായിരിക്കും അതിനെപ്പറ്റി അറിഞ്ഞ, അതിനെപ്പറ്റി വിവരമുള്ള, അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയ ആളുകളിൽ ജീവിതത്തിൽ മാത്രമാണ് അത്തരം ഒരു സൂക്ഷ്മതാബോധം കടന്നു വരിക.
അള്ളാഹു അവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആ ന്യൂനപക്ഷങ്ങളിലെ, അത് ഒരിക്കലും ഭൂരിപക്ഷമല്ല, അത് വളരെ ന്യൂനപക്ഷമാണ്. ആ ന്യൂനപക്ഷങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതിന് പാകമായ അറിവ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദീനൻ കയ്യമൻ എന്ന ഈ ഒരു ദീനിനെ ചർച്ച ചെയ്യുമ്പോൾ, മില്ലത്ത് അബീന ഇബ്രാഹിം ഹനീഫ മുസ്ലിമൻ എന്ന ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പറയാനാവണം ഇബ്രാഹിം നബിയുടെ ഒരു ദുആ. എന്താ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു? കുറേ ദുആകൾ വിശുദ്ധ ഖുർആനിൽ കാണാം. ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന, അതിലേത് സവിശേഷമായ ഒരു പ്രാർത്ഥന ഉണ്ട്. അള്ളാഹുമ്മ, അള്ളാഹുവെ നീ എനിക്ക് ഹുക്മ് നൽകണേ, ഹിക്മത്ത് നൽകണേ എന്നുള്ള പ്രാർത്ഥന. റബ്ബി ആതിനി ഹുക്മ, അല്ലേ? അള്ളാഹുവെ നീ എനിക്ക് മതവിധി നൽകാൻ പാകത്തിലുള്ള വിജ്ഞാനം നൽകണേ. ഹിക്മത്ത് എന്ന് പറയുന്നത് വല്ലാത്തൊരു അത്ഭുതമാണ്. ഹിക്മത്ത് ഒരു വലിയ നിഅമത്തുമാണ്. ഇപ്പൊ ലുക്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൂറത്ത് ലുക്മാൻ പഠിക്കുന്ന അതിൽ ആയത്തുകളിലൂടെ കടന്നുപോയ ഒരാൾക്കറിയാം ഹിക്മത്ത് എന്ന് പറഞ്ഞ നിഅമത്തിന്റെ വലിപ്പം. അള്ളാഹു സുബ്ഹാനഹു തആല ലുക്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോൾ അള്ളാഹ് ആദ്യം പറഞ്ഞ വാക്കതാണ് വലഖദ് ആതൈനാ ലുക്മാനൽ ഹിക്മ. അല്ലെ, ലുക്മാൻ എന്ന സൂറത്ത് അവതരിച്ചപ്പോൾ ആ സൂറത്തിൽ ലുക്മാന്റെ ചരിത്രം പറയുമ്പോൾ റബ്ബ് ആദ്യം പറഞ്ഞ കാര്യം, റബ്ബ് എടുത്തു പറഞ്ഞ സവിശേഷമാക്കിയ കാര്യം, നാം ലുക്മാനിന് ഹിക്മത്ത് നൽകിയിരിക്കുന്നു. എന്തിനാ ഹിക്മത്ത് നൽകിയത്? അറിവ് നൽകിയത് എന്തിനാൻ? ഏറ്റവും നല്ല ഈ ദീനിനെ സംബന്ധിച്ചുള്ള ബോധം നൽകിയത് എന്തിനാൻ? ആ ഒരു തത്വജ്ഞാനം നൽകിയത് എന്തിനാൻ? അനിഷ്കുർലി. അതവിടെ കാരണം പറഞ്ഞു, അനിഷ്കുർലി, എനിക്ക് നന്ദി ചെയ്യാൻ, അള്ളാഹുവിന് നന്ദി കാണിക്കാൻ. അഥവാ അറിവ് കൂടുമ്പോൾ നന്ദി എന്ന ബോധം ഒരു വിശ്വാസിയിൽ വർദ്ധിക്കണം. അള്ളാഹുവിലേക്ക് കൂടുതൽ അവൻ നന്ദിയുള്ളവനാകണം. അള്ളാഹു തന്ന ദീൻ എന്ന നിഅമത്തിനെ തിരിച്ചറിഞ്ഞ് കൂടുതൽ ഏറ്റവും നല്ല മുസ്ലിം ആവണം. അള്ളാഹുവിന് കീഴൊതുങ്ങണം. പക്ഷെ ലോകത്തെ മുസ്ലിമീങ്ങൾ കുറേ ഉണ്ട്, കാനേശുമാരി മുസ്ലിമീങ്ങൾ, അല്ലേ? ഗസറ്റിൽ ഒരുപാട് മുസ്ലിം പേരുകൾ ഇങ്ങനെ, അതും സുന്ദരങ്ങളായ പേരുകളാണ് ആധുനിക മക്കൾക്കൊക്കെ നമ്മൾ കൊടുക്കാറുള്ളത്. പക്ഷേ ഒരു മുസ്ലിം അവന്റെ പേരിലല്ല, ഒരു മുസ്ലിം അവന്റെ പേരിലല്ല, അവന്റെ കർമ്മങ്ങളിലാണ് അള്ളാഹുവിന്റെ അരികിൽ അവൻ എന്ത് ചെയ്യുന്നത്? മുസ്ലിമായി തീരുന്നത്. നെഞ്ചത്ത് കൈവച്ച് പറയും, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ അസ്സമാവാതി ഹനീഫൻ മുസ്ലിമൻ വമാ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ അസ്സമാവാതി ഹനീഫൻ മുസ്ലിമൻ. അല്ലെ, അള്ളാഹുവിന് മുസ്ലിമായിട്ട് ഹനീഫായിട്ട് ഞാൻ ഇതാ എൻ്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു എന്നവൻ പറയും. അല്ലേ, അത് പ്രഖ്യാപനമാണ്. അതൊരു പ്രഖ്യാപനം നടത്തിയ ഒരാൾ അങ്ങനെ കീഴൊതുങ്ങാൻ കഴിയണം. അവന്റെ ചിന്തകളും അവന്റെ ആഗ്രഹങ്ങളും അവന്റെ അഭിലാഷങ്ങളും എന്താവണം? അത് അള്ളാഹിന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചാവണം, അത് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസരിച്ചാവണം. പക്ഷെ പലപ്പോഴും ലോകത്തെ മുസ്ലിമീകൾ അധികവും എന്താണ്? അവരുടെ ഇച്ഛകളിലും അവരുടെ ആഗ്രഹങ്ങളിലും അവരുടെ അഭിലാഷങ്ങളിലും എന്തായി? അവര് അങ്ങ് അകപ്പെട്ടു പോയി എന്നുള്ളതാണ്. പക്ഷെ അറിവ് കൂടുമ്പോൾ ഈ ഒരു ബോധം വരും, അള്ളാഹുലേക്ക് അടുക്കാൻ. അറിവ് എന്ന് അതാണ് അള്ളാഹ് പറഞ്ഞു, യുത്തിൽ ഹിക്മത മയ്യശാ. അള്ളാഹ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും? ഹിക്മത്ത് കൊടുക്കും. അള്ളാഹ് എല്ലാവർക്കും കൊടുക്കൂല, ചില ആൾക്കാർക്ക് അള്ളാഹ് ഹിക്മത്ത് കൊടുക്കും, തത്വജ്ഞാനം കൊടുക്കും, വിജ്ഞാനം കൊടുക്കും എന്ന് പറഞ്ഞു. വമൻ യുഅ്തൽ ഹിക്മ ഫഖദ് ഊതിയ ഖൈറൻ കസീറ. അള്ളാഹ് പറയുന്നു, ആർക്കാണോ വിജ്ഞാനം കിട്ടിയത്, ആർക്കാണോ തത്വജ്ഞാനം ലഭിച്ചത്, അറിവ് ലഭിച്ചത്, അവന് ഒരുപാട് നന്മകൾ ലഭിച്ചുവെന്നാണ്. ഒരുപാട് ഗുണങ്ങൾ ഇഹത്തിലും പരത്തിലും ഒരുപാട് സൗഭാഗ്യങ്ങൾ അവൻക്ക് കിട്ടിയെന്നാണ്. ആ സൗഭാഗ്യം കിട്ടുമ്പോൾ അവൻ റബ്ബിന് എന്ത് ചെയ്യണം? നന്ദി ചെയ്യണം. പക്ഷെ അവളെ നാട്ടില് യുക്തി കൂടുമ്പോ യുക്തിവാദം കൂടലാണ്. യുക്തി കൂടുമ്പോൾ എന്ത് ചെയ്യും? അള്ളാഹുവിൽ നിന്ന് അകലുന്ന സ്വഭാവമാണ്. അറിവ് കൂടുന്ന ആളുകൾക്ക് അവരുടെ സ്റ്റാറ്റസ് ഇങ്ങനെ പൊന്തുമ്പോൾ എന്ത് ചെയ്യും? ദീനിൽ നിന്ന് അകലും, അള്ളാഹുവിൽ നിന്ന് അവർ അകലുന്നു. സ്വന്തം ഇച്ഛകളെ, സ്വന്തം 5 പൈസക്ക് വിലയില്ലാത്ത തൻ്റെ ബുദ്ധിയാണ് ഏറ്റവും വലുതെന്ന തോന്നലിലേക്ക് അവരെന്ത് ചെയ്യുന്നു? അബദ്ധസഞ്ചാരം നടത്തുന്നു. പക്ഷെ അള്ളാഹു ഹിക്മത്ത് നൽകി കഴിഞ്ഞാൽ ആ ഹിക്മത്തിന് നന്ദി ചെയ്യാനാ റബ്ബ് പറഞ്ഞത്. അഥവാ കൂടുതൽ റബ്ബിലേക്ക് എന്ത് ചെയ്യണം? അടുക്കണം. അനിഷ്കുർലി വമൻ യഷ്കുർ ഫഇന്നമാ യഷ്കുറു ലിനഫ്സി. റബ്ബ് പറഞ്ഞു, ആരാണോ നന്ദി കാണിക്കുന്നത് അവൻ നന്ദി കാണിക്കുന്നത് ആരോടാണ്? അവൻ അവനോട് തന്നെയാണ്. അവൻ അവന് വേണ്ടിയാണ് നന്ദി ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഏതുപോലെ നമ്മൾ ദ്രോഹം കാട്ടിയാൽ ദ്രോഹം കാട്ടുന്നത് ആരോടാണ്? നമ്മൾ ദ്രോഹം കാട്ടുന്നത് നമ്മളോട് തന്നെ. നേരത്തെ പറഞ്ഞ ആയത്തില് എന്താണ് അള്ളാഹ് പറഞ്ഞു? അതാണ് ഫലാ തളിലിമു ഫീഹിന്ന അൻഫുസക്കും, നിങ്ങൾ നിങ്ങളോട് ദ്രോഹം കാണിക്കരുത്. അപ്പൊ നമ്മൾ ദ്രോഹം കാണിച്ചു കഴിഞ്ഞാൽ അത് നമ്മളോട് കാണിക്കുന്ന, നമ്മളൊരു മാശിയത്ത് കാണിച്ചാൽ ആ ദ്രോഹം നമ്മളോട് കാണിക്കുന്ന ദുൽമാണ്. അതേപോലെ തന്നെ നമ്മൾ അള്ളാഹുവിനെ അനുസരിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിച്ചാൽ നമ്മളോട് നന്ദി ചെയ്യലാണെന്ന്. കാരണം അള്ളാഹുവിന് നന്ദി ചെയ്യലാണ്. ആ നന്ദി ചെയ്യൽ ആര്? നമ്മളോട് കാണിക്കുന്ന നന്ദിയാണ്. നമ്മളെ കാര്യം എളുപ്പമാക്കുന്നതാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞു. ആ ഏറ്റവും നല്ല മാർഗം, നന്ദിയുള്ള മാർഗമാണ് ആരുടേത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാർഗം. ആ മാർഗത്തെ മുറുകെ പിടിച്ചവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാണ്.
നബിയുടെ കൂടെ ഉണ്ടായിരുന്ന മുഹാജിരീങ്ങളാണ്, നബിയുടെ കൂടെ ഉണ്ടായിരുന്ന അൻസാരിങ്ങളാണ്. അവർക്ക് ശേഷം കിയാമത്ത് നാൾ വരെ നബിയുടെ പാത പിന്തുടരുന്നവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാർഗത്തിലാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. ഇബ്രാഹിം നബിക്ക് അള്ളാഹു ആ ഒരു സൽകീർത്തിയ കൊടുത്തത്. അല്ലാഹുമ്മ ജഅൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ എനിക്ക് ശേഷം കടന്നു വരുന്ന തലമുറകളിൽ റബ്ബേ എന്റെ സൽകീർത്തിയെ നീ നിലനിർത്തി തരണേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനക്ക് അള്ളാഹു ജവാബ് നൽകിയിട്ടുണ്ട്. ഇതുവരെ ഒരാളും ഇബ്രാഹിമിനെ കുറ്റം പറഞ്ഞതായിട്ട് എന്തില്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലശേഷമുള്ള ചരിത്രങ്ങളിൽ കടന്നു വന്നിട്ടില്ല. ജൂതന്മാർ പോലും ക്രിസ്ത്യാനികൾ പോലും വാദം നടത്തി, എന്താ ഇബ്രാഹിം ഞങ്ങളാളാ. ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, മദീനയിലുള്ള കാലത്ത് നജറാനിലെ നസറാണികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നു. കാരണം അവർക്കും ആ നസറാണികൾക്കും യഹൂദികൾക്കും ഇടയിൽ ഉണ്ടായിരുന്ന ഒരു തർക്കം. ജൂതന്മാർ പറഞ്ഞു എന്താണ്, ഇബ്രാഹിം യഹൂദിയാൻ. ജൂതന്മാർ പറഞ്ഞു ഇബ്രാഹിം യഹൂദിയാൻ. നസറാണികൾ പറഞ്ഞു ഇബ്രാഹിം നസറാനിയാൻ. പക്ഷെ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തി, മാക്കാന ഇബ്രാഹിം യഹൂദിയൻ വല നസറാനിയ. ഇബ്രാഹിം യഹൂദിയല്ല, ഇബ്രാഹിം ഒരു നസറാണിയുമല്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഋജുവായ മുസ്ലിമായിരുന്നു. മനസ്സിലൊരു പ്രയാസവും, മനസ്സിൽ മറ്റുള്ളവരോടൊരു ദുരുദ്ദേശങ്ങളോ, മനസ്സിൽ എന്തെങ്കിലും ദുഷിച്ച ചിന്തകളോ ദുഷിച്ച വിശ്വാസങ്ങളോ പേരാത്ത ഋജുമാനസനായി അള്ളാഹുലേക്ക് കറകളഞ്ഞ ഏറ്റവും നല്ല സുരക്ഷിതമായ മനസ്സുമായി കഴിയുന്ന ഒരു മുസ്ലിമായിരുന്നു. വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി ഒരിക്കലും എന്തായിരുന്നില്ല, മുശ്രിക്കീങ്ങളായിരുന്നില്ല. പക്ഷേ പൗരാണികരായ ജൂതന്മാരെന്ത് ചെയ്തു, വാദം പറഞ്ഞു ഇബ്രാഹിം ഞങ്ങളാണ്. പക്ഷെ അള്ളാഹുടെ അവരെ മറുപടി, അള്ളാഹു അവർക്ക് ഒരു വലിയ മറുപടി കൊടുക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ. റബ്ബന്നെ പറഞ്ഞു ലിമ ഹാജത്തും, അല്ലേ, അള്ളാഹു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു വാദം പറയുന്നത് ജൂതന്മാരെ? ഇബ്രാഹിം നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ അറിവില്ലാത്ത കാര്യം പറഞ്ഞ് നിങ്ങൾ എന്തിനാ വാദിക്കുന്നത്? കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കാലങ്ങൾ എത്രയോ കഴിഞ്ഞിട്ടാ ജൂതൻ എന്ത് ചെയ്യുന്നത്, കടന്നു വരുന്നത്, ലോകത്ത് കടന്നു വരുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അതിനു മുന്നേ ലോകത്ത് കടന്നു വന്ന ഒരാളാണ്. ഒരിക്കലും ജൂതനാണെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുക? മൂസാ നബി ഇബ്രാഹിം നബിന്റെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് കടന്നു വന്നത്. അതേപോലെ തന്നെയാണ് നസ്രാണികളുടെയും അവസ്ഥ. മൂസയുടെ കുറെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് നസ്രാണികൾ എന്ത് ചെയ്യുന്നത്, ലോകത്തുണ്ടാകുന്നത്. ഈശയുടെ അനുയായികളായി അവർ വാദിക്കുന്നത്. അപ്പോ എങ്ങനെയാണ് ഈസാ നബി ഇബ്രാഹിം നബി നസ്രാണിയാവുക? എങ്ങനെയാണ് ഇബ്രാഹിം നബി ജൂതനാവുക? കാരണം അതിനു മുന്നേ കടന്നു വന്നവനല്ലേ. അബുൽ അംബിയ, അംബിയാക്കളുടെ പിതാവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്റെ ഉപ്പ എന്നുള്ള നിലക്ക് പരിചയപ്പെടുത്തിയ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരുപാട് വിശേഷണങ്ങളിലൂടെ അള്ളാഹു എങ്ങനെ പരിചയപ്പെടുത്തിയ ഒരു പ്രവാചകൻ. ഇബ്രാഹിം നബിന്റെ ചരിത്രം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ എന്തെല്ലാം വിശേഷണങ്ങളാ അള്ളാഹു സുബ്ഹാനഹു തആല നൽകിയത്. ഇബ്രാഹിം നബി നമുക്ക് സലാമും പറഞ്ഞിട്ടുണ്ട് ചരിത്രത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു ഈ ഉമ്മത്തിന് ഇബ്രാഹിം നബിന്റെ സലാമും ഉണ്ട്. ഇസ്രാ മിഅ്റാജ് യാത്രയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം ആകാശാരോഹണം നടത്തിയപ്പോൾ, ആ മിഅ്റാജ് നടത്തിയപ്പോൾ, ആ മിഅ്റാജിൽ ആകാശത്ത് വെച്ച് പല അമ്പിയാക്കളെയും അള്ളാഹുവിന്റെ റസൂൽ കണ്ടുമുട്ടി എന്ന് വിശ്വസിക്കുന്നവരാ നമ്മൾ. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വാനലോകത്ത് നിന്ന് കാണുകയും വാനലോകത്ത് വെച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹുവിന്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചതും നമുക്കറിയാം. അതിന്റെ രൂപവും കൈഫിയത്തും നമുക്കറിയണ്ട. കാരണം അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, നമ്മൾ അതിനെ അതുപോലെ വിശ്വസിക്കുന്നു. അമീർ റൂഹ കമാ വറദത്. അതിന്റെ കൈഫിയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താവൂല, നമ്മുടെ ബുദ്ധികൾ കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയൂല. കാലങ്ങളോളം വർഷങ്ങൾക്ക് മുമ്പേ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ട ഇബ്രാഹിമിനോട് എങ്ങനെ റസൂലുള്ള സംസാരിക്കുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ബുദ്ധി കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല, അതിനളക്കാൻ കഴിയൂല. പക്ഷെ റസൂലുള്ള പറഞ്ഞു, അമ്പിയാക്കൾക്ക് ഞാൻ ഇമാമായി, അമ്പിയാക്കൾക്ക് ഞാൻ ഖതീബായി, ആ അമ്പിയാക്കളോട് ഞാൻ സംസാരിച്ചു. യൂസുഫ് നബിയോടും അതുപോലെ തന്നെ ഈസാ നബിയോടും ഒക്കെ സംസാരിച്ച വർത്തമാനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ മുഅ്ജിസത്തുകളാണ്. ഒരു മനുഷ്യൻക്കും സംഭവിക്കാത്ത മഹാ അത്ഭുതങ്ങളാണ്. അതൊരു ദൈവികതയാണ്. ആ ദൈവികത വിശ്വസിക്കുന്ന ഒരാൾക്കറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംസാരം. ഇബ്രാഹിം നബിനോട് ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ എങ്ങനെ സ്വാഗതം ചെയ്തത്? മർഹബം ബി ഇബ്നി സാലിഹ്, മർഹബം ബി ഇബ്നി സാലിഹ്, സ്വാലിഹായ മകനെ നിനക്ക് സ്വാഗതം, സ്വാലിഹായ മകനെ നിനക്ക് സ്വാഗതം. മകനെ എന്നാ വിളിച്ചത്. കാരണം ഇസ്മായിൽ നബിയുടെ പരമ്പരയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളത് നമുക്കറിയാം. ആ തന്റെ എന്താണ് പിതൃവ്യപുത്രനെ, അല്ലെ, തന്റെ പുത്രന്മാരുടെ പൗത്രൻ എന്നുള്ള നിലക്ക് തന്റെ മകന്റെ മകനായി പരിചയപ്പെടുത്താൻ മർഹബം ബിബ്നി സാലിഹ് വ നബിയ്യു സാലിഹ്,
നബിയുടെ എന്താണ് ബുനുവത്തും നുബുവത്തും. ബുനുവത്തും നുബുവത്ത്, ആ വാക്കന്നെ അങ്ങോട്ട് നുബുവ ബുനുവ, എന്താ ബുനുവ ഇബ്ന് മകൻ എന്നുള്ള ആ ഒരു രീതിയിൽ സ്വാഗതം, നബി എന്നുള്ള രീതിയിൽ സ്വാഗതം. ഈ രണ്ട് സ്വാഗതവും പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സ്വീകരിച്ചു എന്നാണ്. എന്നിട്ട് ഇബ്രാഹിം നബി പറഞ്ഞൊരു വാക്കുണ്ട്, അഖ്രി അലാ ഉമ്മത്തിക മിന്നി അസ്സലാം. അഖ്രി, ഈ സലാം പറയണം നിന്റെ ഉമ്മത്തിന്, എൻ്റെ അടുത്ത് നിന്നുള്ള സലാം പറയണം എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഇബ്രാഹിമിന്റെ സലാമുമായിട്ടാണ് പിന്നെ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ഈ ഉമ്മത്തിന് സലാം പറഞ്ഞ ഇബ്രാഹിം ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ആരോടാണ്? നബിയോടാണ്, നബിയെ പിൻപറ്റുന്നവരോടാണ്. പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങള് ഓരോ പരിശുദ്ധമായ ഹജ്ജിന്റെ മാസം വരുമ്പോഴും ഇബ്രാഹിം നബിന്റെ ചരിത്രം ഇങ്ങനെ കേൾക്കും. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഋജുവായ ദീനിനെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നില്ല? മുസ്ലിം ലോകം വേണ്ട ഗൗരവത്തിൽ അതിനെ കണക്കാക്കുന്നില്ല. പവിത്രമാക്കപ്പെട്ട മാസത്തിലും സ്വന്തം ഇച്ഛകളിലും ആഗ്രഹങ്ങളിലും തോന്നിയ വിധത്തിൽ ജീവിക്കുന്നവരാണ് ഇന്നത്തെ മുസ്ലിം ലോകം എന്ന് പറഞ്ഞാലും ഒരിക്കലും അതിലെ നിഷേധിക്കാൻ ഒരാൾക്കും കഴിയുകയില്ല. യാഥാർത്ഥ്യമാണ്, അതൊരു വസ്തുതയാണ്. അപ്പോ അറിവ് കൂടുന്തോറും റബ്ബിന് നന്ദി ചെയ്യുക എന്ന ബോധ്യം, ആ ഒരു ചിന്ത ഒരു വിശ്വാസിയുടെ മനസ്സിലേക്ക് കടന്നു വരൂ. അള്ളാഹു ആ വിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അതിനനുസരിച്ചുള്ള അറിവ് അള്ളാഹു നമുക്ക് നൽകുകയും ചെയ്യട്ടെ. ആ ജൂതന് വാദിച്ചു ഇബ്രാഹിം ഞങ്ങളാ, പക്ഷെ അള്ളാഹ് പറഞ്ഞു ഇബ്രാഹിം നിങ്ങളതല്ല. നസ്രാണി വാദിച്ചു ഇബ്രാഹിം ഞങ്ങളതാ, അള്ളാഹ് പറഞ്ഞു ഇബ്രാഹിം നസ്രാനിയല്ല, കാന ഹനീഫൻ മുസ്ലിമൻ, അള്ളാഹുവിന് കീഴൊതുങ്ങി. അള്ളാഹ് മുസ്ലിമൻ എന്ന വാക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു അല്ലെ. ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയും അങ്ങനെ കീഴ്പ്പെട്ടു. അസ്ലമാ, അള്ളാഹ് പറഞ്ഞു അറക്കാൻ. ആ അറവ് അവിടെ പിന്നെ ഒരു ഇഷ്ടമില്ല, ഭൗതികമായൊരു താല്പര്യമില്ല. രണ്ടാളും മോനവിടെ കടന്നെടുത്ത് വാപ്പ കത്തിയെടുത്ത്. ആ കത്തിയെടുത്തപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഖദ് സദഖ്ത റുഇയ എന്ന ആ ഒരു സംഭവം അവിടെ വരുന്നത്. നീ നിന്റെ സ്വപ്നത്തെ നീ യാഥാർത്ഥ്യമാക്കി എന്ന് പറഞ്ഞു. ഇതൊക്കെ പലതവണ നമ്മൾ കേട്ടു. പക്ഷെ അവിടെ റബ്ബ് പറഞ്ഞൊരു വാക്കുണ്ട്, ഫലമ്മ അസ്ലമാ, അവർ രണ്ടുപേരും കീഴൊതുങ്ങിയപ്പോ അള്ളാഹുവിന്റെ ഇച്ഛകൾക്കും അള്ളാഹുവിന്റെ ഇംഗിതത്തിനും, സ്വന്തം ഇംഗിതല്ല, സ്വന്തം ആഗ്രഹമല്ല, സ്വന്തം ഇഷ്ടമല്ല, അവിടെ അള്ളാഹ് എന്താ പറഞ്ഞത് അതിനനുസരിച്ച് അല്ലെ. നമ്മുടെ വേഷാണെങ്കിലും നമ്മുടെ സംസാരങ്ങളാണെങ്കിലും നമ്മുടെ നോട്ടമാണെങ്കിലും നമ്മുടെ നേട്ടങ്ങളാണെങ്കിലും നമ്മുടെ എന്ത് ആഗ്രഹങ്ങളാണെങ്കിലും അതൊക്കെ എന്തിനാണ്? അള്ളാഹിനോട്, അള്ളാഹിന്റെ കൽപ്പനകൾക്കനുസരിച്ച് അതിനെ കൊണ്ടുവരാൻ കഴിയണം. അപ്പോഴാണ് ഒരാൾ യഥാർത്ഥ ഇബ്രാഹിം മില്ലത്തിൽ. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, അല്ലാഹുമ്മ അസ്ബഹ്ന അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ മില്ലത്തി വഅലാ ദീനി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീന ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. രാവിലെ എന്നും പറയണമെന്നാ. പറയുമ്പോൾ നമ്മളെ മനസ്സിലാ ഒരു ബോധം വരാനാണ്, റസൂൽ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ചില ദിക്റുകൾ അതിനല്ലേ, വെറുതെ കൂലി വാങ്ങാൻ മാത്രം. ദിക്റുകൾ എന്തിനാണ്? അത് നമ്മളെ മനസ്സിനെ വിമലീകരിക്കാനാണ്. ആ ഒരു രീതിയിൽ നമ്മളെ ദിവസത്തെ പ്ലാൻ. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ചില കുട്ടികളോട് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ചോദിക്കും നിനക്ക് എന്താവണം? എനിക്ക് എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ എനിക്ക് വലിയ ഫുട്ബോളർ ആവണം, അല്ലെങ്കിൽ എനിക്ക് ലോകമറിയുന്ന ഒരു വലിയ വ്ളോഗർ ആവണം. അന്നത്തെ കുട്ടികൾ പറയില്ല എനിക്ക് വലിയ വ്ളോഗർ ആവണം, അല്ലെങ്കിൽ എനിക്ക് വലിയ ബ്ലോഗർ ആവണം, അല്ലെങ്കിൽ എനിക്ക് ഫേമസ് ആയ എന്തെങ്കിലും കഴിവുകളൊക്കെ ഉള്ള ഒരാളായി തീരണം, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ജോലി വേണം, അതൊക്കെ പറയും. അപ്പൊ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, എങ്കിൽ നീ അതെന്ത് ചെയ്യണം? നീ കിടന്നുറങ്ങുന്ന ബെഡ്റൂമിൽ നീ ഇങ്ങനെ എഴുതി ഒട്ടിക്കണം, എന്നിട്ട് എന്നും രാവിലെ അത് മറച്ചു വെക്കണം. കാരണം എന്താ? അതിലേക്കുള്ള ഒരു ത്വര വരാനാണ്. ആ ഒരു ത്വരല്ല അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചെന്നത്. അല്ലാഹുമ്മ അസ്ബഹ്ന അലാ ഫിത്രത്തിൽ ഇസ്ലാം. ഒരു മുസ്ലിമാണ് എന്നുള്ള ബോധ്യം എന്നും നേരം വെളുക്കുമ്പോൾ ഉണ്ടാവണം. നേരം വെളുക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ കഴിഞ്ഞ് വൈകുന്നേരം ഇങ്ങനെ ആകുമ്പോൾ മറന്നു പോകും, ചാർജ് ഇങ്ങനെ തീരും. വൈകുന്നേരം അതിന് വീണ്ടും എന്ത് ചെയ്യണം? ഓർക്കണം. ഇതാ അംസ അല്ലെ റസൂലുള്ള, വൈകുന്നേരമായാൽ മസാ ആയാൽ അല്ലാഹുമ്മ അംസൈന അലാ ഫിത്രത്തിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഫിത്രത്തിൽ ശുദ്ധ പ്രകൃതിയിൽ ഞാനിതാ വൈകുന്നേരമായിരിക്കുന്നു. എന്നിൽ സാഹ്യാനത്തിന്റെ പ്രകാശങ്ങൾ, ആ സാഹ്യാനത്തിന്റെ സൂര്യന്റെ കിരണങ്ങൾ എന്നിലേക്ക് അടിച്ചപ്പോ ഞാനിപ്പോ ഇസ്ലാമിന്റെ ഫിത്രത്തിലാണ്. വഅലാ കലിമത്തിൽ ഇഖ്ലാസ്, എൻ്റെ മനസ്സിലൊരു ചാഞ്ചാട്ടവും ഇല്ലാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഞാനിതാ അതിനെ തലോടിക്കൊണ്ടിരിക്കുന്നു, അതിനെങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ വിശ്വാസത്തെ ഞാനിതാ മുറുകെ പിടിച്ചിരിക്കുന്നു. വഅലാ ദീനി നബിയിന, നിസ്കാരം സ്കിപ്പ് ചെയ്തിട്ടില്ല, എൻ്റെ നിർബന്ധ ബാധ്യതകളെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല, എൻ്റെ കടമകളെ ഞാൻ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, അതിൽ കുറവുകൾ വരുത്തിയിട്ടില്ല. അലാ ദീനി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിൻ്റെ ദീനിനെ മുറുകെ പിടിച്ചിട്ടാ ഞാൻ എൻ്റെ വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കുന്നത്. വഅലാ മില്ലത്തി അബീന ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇതെല്ലാ ദിവസവും, എല്ലാ വൈകുന്നേരങ്ങളിലും, എല്ലാ പകലുകളിലും പ്രഭാതങ്ങളിലും ഒരു സത്യവിശ്വാസി ഉരുവിടുമ്പോൾ അവന്റെ മനസ്സിൽ അവൻ ആരാൻ? അവൻ ഇബ്രാഹിം നബിയുടെ മാർഗം പിൻപറ്റുന്നവനാണ്.
അങ്ങനെയുള്ള ആളെ പറ്റി അള്ളാഹ് പറഞ്ഞത് ജൂതനല്ല, ക്രിസ്ത്യാനിയല്ല, ആരാൻ? ഇന്ന ഔലന്നാസി ബി ഇബ്രാഹീമ, ഇന്ന ഔലന്നാസി ബി ഇബ്രാഹീമ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഏറ്റവും കൂടുതൽ അടുത്തു നിൽക്കുന്നവർ ആരാണ് എന്ന് റബ്ബ് പരിചയപ്പെടുത്താൻ. ആരാൻ? ഹാദൻ നബിയു, ഈ നബിയാണ്, നമുക്ക് ദീൻ പഠിപ്പിച്ചു തന്ന നബിയാണ്. അതാണ് നമ്മൾ ആദ്യം പറയുന്ന വാക്കല്ലേ, ദീനി നബിയിന മുഹമ്മദിൻ. ആ ആയത്തിന്റെ വിശദീകരണം പോലെ തോന്നും ആ നബി, ആ ഒരൊറ്റ ആ ദിക്ർ, ഹാദൻ നബിയു വല്ലദീന ആമനു, ആ നബിയിൽ വിശ്വസിക്കുകയും ആ നബിയോടൊപ്പം ആ നബിയുടെ മാതൃകയെ പിൻപറ്റുകയും ചെയ്യുന്നവരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവർ. ഔല എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഇന്ന ഔലന്നസ്, ഔല എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് വൺ ആണ്, ജനങ്ങളിൽ ഏറ്റവും അടുത്തവൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി, ഒരിക്കൽ റസൂലുള്ളാഹിനോട് ഏറ്റവും അടുത്തവൻ ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്തവൻ, നബിയുടെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബത്തിന്റെ പേരാരാ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറൊക്കെ പറയാം. പക്ഷെ നബിയോട് ഏറ്റവും കൂടുതൽ അടുത്ത നബിയുടെ ചര്യ മുറുകെ പിടിച്ചവനാണ്, അല്ലെ? നബിയുടെ ചര്യ മുറുകെ പിടിച്ചവൻ നബിയുടെ ഏറ്റവും അടുത്തതാണ്. ഇപ്പൊ കുറെ ആളുകളെ കാണാം, പ്രവാചക സ്നേഹികളെ, കുറെ പ്രവാചക സ്നേഹികളാണ് ലോകത്ത്, ഒരുപാട് പ്രവാചക സ്നേഹികളെ കാണാം. പക്ഷെ ഏറ്റവും വലിയ പ്രവാചക സ്നേഹി ആരാൻ? നബിന്റെ പേരില് ഇല്ലാത്ത, നബി പഠിപ്പിക്കാത്ത കാര്യം പറഞ്ഞ് നബിനെ സ്നേഹിക്കുന്നവനാണോ? അല്ല, നബി പഠിപ്പിക്കുന്നത് പോലെ നബിയെ സ്നേഹിക്കുന്നവനാണ്. നബിയുടെ മാതൃക പിൻപറ്റലാണ് ഏറ്റവും വലിയ നബി സ്നേഹം, പ്രവാചക സ്നേഹം നമ്മൾ വിശ്വസിക്കുന്നവരാ. അപ്പോ അവനാണ് നബിയോട് ഏറ്റവും കൂടുതൽ. അപ്പൊ അബൂബക്കറും നബിയോട് അടുത്തവനാണ്, ഉമറും നബിയോട് അടുത്തവൻ. കാരണം ഇവരൊക്കെ നബിയുടെ മാർഗം നമ്മളെക്കാളും കൂടുതൽ കൃത്യമായും സൂക്ഷ്മതയോടും കൂടി ശ്രദ്ധയോടും കൂടി മുറുകെ പിടിക്കുന്നവരാ. നബിയെ പിൻപറ്റിയവൻ അവൻ നബിയോട് അടുത്തവനാണ്. അവൻ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവനാരാ? ഒരു ഹദീസിൽ അങ്ങനെ വന്നു, അള്ളാഹിനോട് ഏറ്റവും അടുത്തവനാരാ? അള്ളാഹിന്റെ കൽപ്പന അനുസരിക്കുന്നവൻ നമുക്ക് പറയാം. പക്ഷെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഇന്ന ഔലന്നാസി ബില്ലാ, ജനങ്ങളിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവൻ മൻ ബദഅഹും ബിസ്സലാം, ആദ്യം സലാം പറയുന്നവനാന്നാണ്. അത് വിശ്വാസികൾക്കിടയിൽ ചിലപ്പോൾ തമ്മിൽ തെറ്റും, കുറെ കാലം മുണ്ടൂല. അവൻ ഈ വഴിക്ക് വരികയാണെങ്കിൽ നമ്മൾ ആ വഴിക്ക് പോകും, അല്ലേ? കണ്ടാൽ ചിലപ്പോൾ സലാം പറയേണ്ടി വരും, അതില്ലെങ്കിൽ ഒന്നും മിണ്ടേണ്ടി വരും. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. മുസ്ലിം ലോകത്തിന്റെ അവസ്ഥ വെക്കണം നമ്മള്, അല്ലേ? ചിലപ്പോൾ ഒരു ഇഞ്ച് സ്ഥലത്തിന്റെ പേരിലാവും, അതല്ലെങ്കിൽ ഏതോ കാര്യം ഏതോ കാലത്ത് പറഞ്ഞൊരു വാക്കിന്റെ പേരിലാകും, അതല്ലെങ്കിൽ ചെയ്ത ഏതെങ്കിലും ഒരു ദ്രോഹത്തിന്റെ പേരിലാവും, ചിലപ്പോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിലാവും. ഭാര്യയാവും, ചിലപ്പോൾ ഭർത്താവും, സഹോദരനാവും, സ്വന്തം ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് കടന്നു വന്ന ഒരേ ഉപ്പയുടെ ഒരേ ഉമ്മയുടെ 2 മക്കളാകും. കാലങ്ങളായിട്ടുണ്ടാവും തെറ്റിയിട്ട്. പക്ഷെ അള്ളാന്റെ റസൂല് പരിചയപ്പെടുത്താൻ അള്ളാഹുലേക്ക് ഏറ്റവും അടുത്തവൻ, ഈ 2 കൂട്ടരിൽ ആരാണ് ആദ്യം സലാം പറയുന്നവൻ? അവനാണെന്നാണ് റസൂലുള്ളാഹ് ഈ ഒരു സ്നേഹത്തിന്റെ, ഈ ദീനിന്റെ ഒരു മഹത്വം അങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്താൻ. അഥവാ ഫസ്റ്റ് പേഴ്സണെ പല രീതികളിൽ അള്ളാഹ് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ഇബ്രാഹിം നബിനോട് ഏറ്റവും അടുത്തവൻ എന്ന് അള്ളാഹ് പറഞ്ഞു, ഹാദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ നബിയാണ്. യൂതനെ വെട്ടി, നസ്രാനിനെ വെട്ടി, നജ്റാനിലെ നസ്രാനികൾ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങളെ കൂട്ടത്തിൽ ആരാന്നൊന്ന് തീരുമാനാക്കണം എന്ന് പറഞ്ഞ് വന്നതാ. ആയത്ത് റസൂൽ ഓതി കിടക്കാൻ, നിങ്ങൾ ആരുമല്ല, ആരാ? ഞാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇപ്പൊ ഏതൊരു നല്ല കാര്യം ഏറ്റെടുക്കാൻ കുറെ ആൾക്കാരുണ്ടാവും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അതിനുള്ള നടക്കുന്നത്, റോഡ് ഉണ്ടാക്കിയപ്പോ ഒരാൾ പറയാം ഞങ്ങളാൻ, വേറെ ചില ആൾക്കാർ പറയാം ഞങ്ങളാൻ. ഇപ്പൊ ഏറ്റവും വലിയ പലരും എന്ത് ചെയ്യും, പല പവറും പറയും. പക്ഷെ റോഡ് പൊളിഞ്ഞപ്പോ ആരുമില്ല. വിള്ളലല്ല, ആദ്യം ഫുള്ള് തള്ളലേനു, പിന്നെ വിള്ളല് വന്നപ്പോ തള്ളലില്ല എന്ന് പറഞ്ഞു. ചില ആളുകൾ മുഴുവൻ അങ്ങനെ തന്നെയാണ് ആ ഒരു കാര്യം. അത് നല്ല കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനെ ഏറ്റെടുക്കാൻ കുറെ ആൾക്കാരുണ്ടാവും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ലവനായിരുന്നു. ഞാൻ ഈ സംഭവം പറഞ്ഞാൽ നമ്മൾ ഉറക്കം കൂടി പോകാനാട്ടാ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടീനെ ഇതാക്കാനോ ഒന്നിനല്ല. പലരും അവകാശവാദം പറഞ്ഞു വരുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ കാണാം. അത് ഏത് പണ്ട് മുതലേ അതാ രാഷ്ട്രീയം പറയുന്നവർക്ക് അത് അങ്ങനെ നിലനിൽപ്പാൻ അവരെന്ത് ചെയ്യും, അവരുടേതായ കാര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി അവരുടെ വാദങ്ങൾ അത് ഇന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാളെ മാറ്റി പറയാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. പച്ച നുണയായിരിക്കും. ഇന്ന് റീൽസുകൾ മുഴുവൻ സേവ് ചെയ്തേക്കുന്ന കാലാണ്. ഇനി റീൽസ് മാത്രമല്ല, എന്ത് സ്റ്റോറി ആണെങ്കിലും ഇനി എന്ത് വീഡിയോകളാണെങ്കിലും ഇത് കാലത്ത് അത് എത്ര മുന്നിൽ നോക്കിയാൽ പക്ഷെ എന്നാലും ഒരു ഉളുപ്പുണ്ടാവില്ല പറഞ്ഞത് മാറ്റി പറയാൻ. അത് ആരായാലും, അത് ഏത് ഭാഷക്കാരനായാലും ഏത് കൊടിക്കാരനായാലും സത്യസന്ധത എന്നുള്ളത് ഒരു മുസ്ലിമിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് യഥാർത്ഥ മുസ്ലിം, ദീനൻ ഹനീഫൻ ഖയ്യിമൻ എന്നുള്ള നിലക്കുള്ള ദീനിനെ പഠിപ്പിച്ചവൻ. ഇബ്രാഹിം നബി നല്ലവനായതുകൊണ്ട് തന്നെ ഏറ്റെടുക്കാൻ കുറെ ആൾക്കാരുണ്ടായി. ഞങ്ങളാളാ. പക്ഷെ റസൂലുള്ള നോണ അറിയോ? ഇല്ല. അള്ളാഹ് നോണ അറിയോ? ഇല്ല. അള്ളാഹ് പഠിപ്പിച്ചു കൊടുക്കാൻ ഇബ്രാഹീമിനെ പിൻപറ്റിയവനാണ് ആര്? പണ്ട് അറബികൾ ഒരു കവിത പറയാറുണ്ട്. യഖൂലൂന, എന്താണ്, ഒരു ലൈലയെ പറ്റിയാണ്, നല്ല ഭംഗിയായ ഒരു ലൈലയെ പറ്റി എന്താണ്, കുല്ലു യദ്ദഇ വസ്ലം ബി ലൈല,
വലാകിന്ന ലൈല ലാ തുഖിറു ബിദാക. ഒരു വലിയ കവിതയുടെ 2 വരി അതാണ്. എല്ലാവർക്കും ലൈലാനെ ഭയങ്കര ഇഷ്ടാ. ലൈല എല്ലാരും കണ്ട ചിരിക്കും. അപ്പൊ എല്ലാരും വിചാരം എന്താ, ലൈലന്റെ ആളാ. അപ്പൊ എല്ലാരും പറയും കുല്ലു യദ്ദഇ, എല്ലാരും വാദിച്ചു വസ്ലം ബി ലൈല, ലൈലന്റെതാ. എന്നാ വലാകിന്ന ലൈല ലാ തുഖിറു ബിദാക, എന്നാ ലൈലനെ സംബന്ധിച്ചിടത്തോളം ലൈല ആരും ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. ലൈലന്റെ കൺസെപ്റ്റില് ഇവരുടെ ആർദ്വല്ല ലൈല, പക്ഷെ അവരുടെ കൺസെപ്റ്റില് ലൈല അവരാ. അപ്പൊ ഏതൊരു അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആൾക്കാർ പറയും അഹ്ലു സുന്ന ഞങ്ങളാ, അത് എല്ലാ ഷിയാക്കളും പറയും ചിലപ്പോ, അല്ലെ? അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ച കക്ഷികൾ പലരും പറയും. എല്ലാ ബിദ്അത്തും എല്ലാ അന്ധവിശ്വാസവും എല്ലാ അനാചാരങ്ങളും നിലനിൽക്കുന്നവർ പറയും ഞങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളാ. യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളാരാ? സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവരാ, അതല്ലേ? മാ അന അലൈഹി വസ്ഹാബി. റസൂലുള്ളാഹി പറഞ്ഞു ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിൽ നിലനിൽക്കുന്നുവോ അതിനെ മുറുകെ പിടിച്ചവനാണ് യഥാർത്ഥ ഫിർഖത്തുൻ നാജിയ, അവനാണ് യഥാർത്ഥ ഫിർഖത്തുൻ മൻസൂറ, അവനാണ് യഥാർത്ഥ സ്വർഗത്തിന്റെ അവകാശികൾ എന്ന് അള്ളാന്റെ റസൂൽ പരിചയപ്പെടുത്തിയതാ. അള്ളാഹ്ക്കും അള്ളാന്റെ റസൂലിനും പരിചയമില്ലാത്ത, അവര് പഠിപ്പിക്കാത്ത പല കാര്യം ചെയ്താലും പറയും ഞാൻ ഏറ്റവും നല്ല മുവഹിദാണ്, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും നല്ല ആളാണ്. പക്ഷെ അത് അള്ളാഹുവിന്റെ അരികിൽ റബ്ബ് തീരുമാനിക്കൽ എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഒരാളുടെ കർമ്മം നോക്കിയിട്ടാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ആരൊക്കെ അവകാശവാദം പറഞ്ഞാലും അള്ളാഹു പഠിപ്പിച്ചു ഇബ്രാഹിമിനെ ഈ നബിയും ഈ നബിയെ പിൻപറ്റുന്നവരുമാണ്, ഈ നബിയെ പിൻപറ്റുന്നവരുമാണ്. ഇത് ലോകത്തെ പടച്ച ഇബ്രാഹിമിനെ പറഞ്ഞയച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനകൾക്ക് ഓരോ തവണകളിലും ജവാബ് കൊടുത്ത അള്ളാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവിലും ആഖിറത്തിലും ആദരിച്ച, അല്ലെ? അള്ളാഹ് പറഞ്ഞത് അങ്ങനെ തന്നെയല്ലേ? ഈ ദുനിയാവിൽ ആദരിച്ചു ഞാൻ, നാളെ പരലോകത്ത് ഏറ്റവും നല്ല സ്വാലിഹീങ്ങളിലുമാകും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഞാൻ ആദരിച്ചത് ഇങ്ങനെ 2-3 വരികളിലല്ല, ഏതെല്ലാം രീതികളിൽ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ആദരിച്ചിട്ടുണ്ട്. ഖലീലാണെന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ കൂട്ടുകാരൻ, ഒരാദരവാൻ. മാത്രമല്ല ഇബ്രാഹിം നബി ചോദിക്കണം റബ്ബേ എന്റെ കീർത്തി, എന്റെ സൽകീർത്തി നിലനിർത്തി തരണേ ഫിൽ ആഖിരീൻ, ശേഷക്കാരിൽ. ആ സൽകീർത്തി ഉള്ളതുകൊണ്ടാണ് എല്ലാവരും എന്ത് ചെയ്തത്? ഞങ്ങളാളാന്ന് പറഞ്ഞിട്ട് നടന്നത്. അള്ളാഹുവിന്റെ ആ ഒരു ജവാബാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കൊടുത്ത അള്ളാഹുവിന്റെ ആദരവാണ്. അറക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അറക്കാൻ റെഡിയായി എന്ന് മാത്രമല്ല ആ ഒരു റബ്ബിന്റെ തീരുമാനത്തിന് കീഴ്പ്പെട്ടതിന് ശേഷം അള്ളാഹ് എന്ത് ചെയ്തു? ഒരു ഫതൈനാഹു, അല്ലെ? നാം എന്ത് ചെയ്തു? ഒരു ആട്ടിൻകുട്ടിയെ കൊടുത്തു അതിന് പ്രായശ്ചിത്തമായി. അതിനർത്ഥപ്പോ പറഞ്ഞത് എന്താ? സുമ്മ തറക്നാഹു ഫിൽ ആഖിരീൻ, ശേഷക്കാരിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഓർമ്മകൾ നല്ല നിലക്ക് ഞാൻ എന്ത് ചെയ്തു? വിട്ടേച്ചു പോയി. അള്ളാഹ് വിട്ടേച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ഒരു ഓർമ്മകളിലാണ്. വിളിക്കാൻ വേണ്ടി പറഞ്ഞു ഹാജിമാരെ, ഒരു കഅബ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു, അത് അള്ളാഹ് കൊടുത്ത ആദരവാണ്. വേറൊരു അമ്പിയാക്കൾ എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ ചില ആദരവ് ദുനിയാവുകൾ. ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹ് കൊടുത്തൊരു ആദരവ്. ഇബ്രാഹിം നബിനോട് കഅബ കെട്ടാൻ വേണ്ടി പറഞ്ഞു. മോൻ ഇങ്ങനെ കല്ലെടുത്ത് കൊണ്ടു കൊടുക്കാറുണ്ടായിരുന്നു ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്ത് വ ഇസ്മായിൽ, അല്ലെ? ഇബ്രാഹിമും ഇസ്മായിലും കൂടി അള്ളാഹുവിന്റെ ഭവനത്തിന്റെ കൽപ്പടവുകൾ ഇങ്ങനെ കെട്ടിപ്പൊക്കിയ രംഗങ്ങളെ അള്ളാഹു എടുത്തു പറഞ്ഞു. അവിടെ വെച്ചിട്ട് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കും ചെയ്തു, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. അള്ളാന്റെ കൽപ്പനയാണ്, പക്ഷെ എന്നാലും പ്രാർത്ഥിക്കാൻ, റബ്ബെ നീ സ്വീകരിക്കണേ. നമ്മളെ വിചാരം ഒക്കെ ചെയ്ത് രാവിലെ ഒക്കെ എണീറ്റ് നമസ്കരിച്ച് എല്ലാ കാര്യങ്ങളും റബ്ബ് സ്വീകരിക്കുമെന്നുള്ള തോന്നലാൻ. പക്ഷെ അള്ളാഹു സ്വീകരിക്കുമോ എന്നുള്ള ബേജാറും ആശങ്കയും ഒരു മുഅ്മിനിന്റെ മനസ്സിൽ മാത്രമായിരിക്കും. 10 രൂപ അള്ളാഹിന്റെ മാർഗത്തിൽ 10 ദിർഹംസ് ചെലവഴിച്ചു കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ ആശങ്കകളാണ്. റബ്ബ് അത് സ്വീകരിക്കുമോ എന്ന ഭയം. ഏറ്റവും നല്ല പരിഭാവനമായ കഅബയെ പടുത്തുയർത്തി ഇപ്പോഴും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മനസ്സിലെ ആശങ്ക എന്താ? അള്ളാഹ് അത് സ്വീകരിക്കുമോ എന്നാണ്. അപ്പൊ പ്രാർത്ഥിച്ചതും അതാണ്, റബ്ബന തഖബ്ബൽ മിന്ന, റബ്ബെ ഞങ്ങൾ നിന്ന് ഇത് സ്വീകരിക്കണേ. നല്ല കർമ്മല്ലേ? എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, ഇതിങ്ങനെ കഴിഞ്ഞിട്ട് അള്ളാഹ് പറയാണ് എന്തിനാണ് ഇനി ഇവിടേക്ക് വിളിക്കണം, ഈ ബൈത്തുൽ അതീഖിലേക്ക് ആളെ വിളിക്കണം. ഇന്നത്തെ പോലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകയാണെങ്കിൽ കുറെ ആൾക്കാരെത്തൂലേ? അതല്ലെങ്കിൽ എവിടെയെങ്കിലും വിളിച്ചറിയിക്കാൻ ഇന്നത്തെ മൊബൈൽ ഫോണുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ കുറെ ആളുകൾ അറിയിക്കാം. പക്ഷെ ഒന്ന് വിളിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. വഅദ്ദിൻ ഫിന്നാസി ലിൽ ഹജ്ജ്, അല്ലേ? ഹജ്ജിനു വേണ്ടി ജനങ്ങളെ നീ വിളിക്കണം. യഅ്തൂക, നിന്നിലേക്ക് അവർ വരുമെന്നാണ്. എങ്ങനെ? ഓരോ രൂപം പറഞ്ഞു. നടന്നു വരുന്നവർ, അതുപോലെ തന്നെ ഒട്ടകപ്പുറങ്ങളിൽ സഞ്ചരിച്ച് കടന്നു വരുന്നവർ, എല്ലാ മലമ്പാതകളും താണ്ടി, മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, എല്ലാ മലമ്പാതകളും താണ്ടി എല്ലാ ദിക്കുകളിൽ നിന്നും എന്ത് ചെയ്യും? മക്കയിലേക്ക് ആളുകൾ കുതിച്ചു വരുമെന്നാണ്. ഒരു പുല്ല് പോലും മുളക്കാത്ത തന്റെ കുഞ്ഞുമകനെയും തന്റെ പ്രിയപ്പെട്ടവളെയും ഉപേക്ഷിച്ചു പോരുമ്പോൾ ആരാരുമില്ലാത്ത ആ പ്രദേശം ഇന്ന് നമ്മുടെ കണ്ണുകളെ വിസ്മയിക്കുന്ന മഹാനഗരമാണ്, അല്ലേ?
നമ്മളെ മനസ്സുകളെ വല്ലാതെ കൊതിപ്പിക്കുന്ന ഒരു വിശ്വാസിയുടെ ഹൃദയം ചായുന്നത് അവിടേക്കാൻ. തഹ്വി ഇലൈഹ, റബ്ബ് പറയുന്നു, ഈ ഹറമുകളിലേക്ക് ഒരു വിശ്വാസിയുടെ ഹൃദയങ്ങൾ ചാഞ്ഞുകൊണ്ടിരിക്കും. ഒരു കാലം ഉംറ ചെയ്തു പോന്നാൽ, ഒരു കാലം ഹജ്ജ് ചെയ്തു വന്നാൽ ഇനിയും 1000 ഉംറകൾ നിർവഹിക്കുവാനുള്ള ആരോഗ്യവും ആയുസ്സും നൽകണേ എന്ന പ്രാർത്ഥനകളാണ്. കാരണം എന്താ? ആ നാടിനോടുള്ള സ്നേഹം. അത് ഇബ്രാഹിം നബിയുടെ ദുആയാണ്, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്. റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നൻ, അല്ലേ? അല്ലാഹുവേ, ഈ നാടിനെ ഏറ്റവും നല്ല നിർഭയത്വമുള്ള രാജ്യമാക്കണേ, നല്ല ശാന്തിയുള്ള നാടാക്കണേ. മാത്രമല്ല വർസുഖ് അഹ്ലഹു, അല്ലേ? ഈ നാടിന്റെ ആളുകൾക്ക് റബ്ബേ നീ എല്ലാ റിസ്കും കൊടുക്കണേ. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇബ്രാഹിം നബി ഈ ഒരു നാടിനു വേണ്ടി അങ്ങനെയും പ്രാർത്ഥിച്ചു. ഒരുപാട് നന്മകൾ നിറഞ്ഞു നിന്ന വ്യക്തിയെ സ്വാഭാവികമാണ് എല്ലാവരും അവകാശവാദം ഉന്നയിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന ഖിയാമത്ത് നാൾ വരെ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? അവിടെ അഭിവൃദ്ധിയും അവിടെ ഐശ്വര്യവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേരാണ് നമസ്കാരങ്ങളിൽ നമ്മളെ കൊണ്ട് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചതും, അല്ലേ? ആ സലാത്ത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചെല്ലുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ അലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ അലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. വളരെ യാന്ത്രികമായി ദിവസങ്ങളോളം കടന്നു പോകുന്ന കേവലം ഒരു നാമമായി അവശേഷിക്കുന്ന ഈ കാലങ്ങളിൽ ഇബ്രാഹീമിന്റെ പേര് കേൾക്കുമ്പോൾ തന്റെ ദീന് ശരിയാവണമെന്ന ചിന്തയാണ് മുസ്ലിമിനുണ്ടാവേണ്ടത്. തന്റെ ആരാധനകളിൽ സൂക്ഷ്മത വേണമെന്ന ചിന്തയാണ്, തന്റെ വിശ്വാസങ്ങളിൽ കണിശത വേണമെന്ന ചിന്തയാണ്, തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ആർജവമാണ് ഇബ്രാഹിം എന്ന പേര് കേൾക്കുമ്പോൾ ഉണ്ടാവേണ്ടത്. പക്ഷെ ഇത് ഓട്ടോമാറ്റിക്കാണ്, അല്ലെ? 5 നേരം നിസ്കരിക്കും, പക്ഷെ ഇബ്രാഹിമിനെ കുറിച്ചുള്ള ചിന്തയില്ല. അള്ളാഹുവിനോട് രാവിലെ പറയും അള്ളാഹു ഈ മില്ലത്ത് ഇബ്രാഹിം എന്ന് പറയും, പക്ഷെ മില്ലത്ത് ഇബ്രാഹിമിന്റെ പരിപാലനയെയും മില്ലത്ത് ഇബ്രാഹിമിന്റെ പരിശുദ്ധിയെയും മുസ്ലിം ലോകം ഉൾക്കൊള്ളുന്നില്ല. ഓരോ വർഷവും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഓർമ്മകളിൽ ബലികർമ്മം നടക്കപ്പെടുമ്പോൾ, ആ ഹജ്ജ് കർമ്മം നടക്കപ്പെടുമ്പോൾ ഹജ്ജിന്റെ ഓരോ മൻസുക്കുകളും ഓരോ നുസുക്കുകളും ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും ഹാജറിന്റെയും ഓർമ്മകൾ നിലനിൽക്കുമ്പോൾ വിശ്വാസി ലോകം തനിക്ക് കിട്ടിയ ദീനൻ ഖയ്യിമൻ ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ എന്ന ഈ ഇസ്ലാമിന്റെ ഏറ്റവും നല്ല തെളിമയെ, അതിന്റെ നന്മയെ ലോകം തിരിച്ചറിയുന്നില്ല. വെറുതെ പറഞ്ഞാൽ പോരാത്, അതിന്റെ ഗൗരവം പഠിപ്പിച്ചു കൊടുക്കണം. മക്കൾക്ക് അതിന്റെ ഗൗരവം പഠിപ്പിച്ചു കൊടുക്കണം. ഇബ്രാഹിം നബി എന്ന് പറയുന്നത് അള്ളാഹു പരിചയപ്പെടുത്തിയത് എന്താ? ഉമ്മത്തൻ കാനിത്തൻ, ഒരു സമുദായമായിരുന്നു എന്നാണ്. എന്താ ഉമ്മത്തിനെ പരിചയപ്പെടുക? ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അർത്ഥം പറഞ്ഞത് മുഅല്ലിമൻ, നന്മ പഠിപ്പിക്കുന്നവൻ എന്ന അർത്ഥാണ്. ഉമ്മത്തൻ കാനിത്തൻ എന്നുള്ളതിന് നന്മ പഠിപ്പിക്കുന്ന മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് നന്മകൾ നമ്മളെ പരിചയപ്പെടുത്തിയതാ, ഒരുപാട് നല്ല നന്മകൾ. ഈ ദിവസങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഓർമ്മകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും മനസ്സുകളിലെ ആവേശം എന്ന് പറയുന്നത് അതാണ്. ആവേശവും ഉന്മേഷവും നമ്മുടെ ദീനിനെ സംബന്ധിച്ച് എത്ര കൃത്യമായി നമ്മൾ അതിനെ കൊണ്ടാടണം. ഇബ്രാഹിം നബി നമുക്ക് സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സലാമിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയണം. എന്താ സലാം? സമാധാനം. അസമാധാനം ഉണ്ടാവണം, അസമാധാനം ഉണ്ടാകും. ഇബ്രാഹിമിന്റെ മാർഗത്തെ നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഇബ്രാഹിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു സലാം പറയണം. അഖിരി അലാ ഉമ്മത്തിക മിന്നി അസ്സലാം, സലാം പറയണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ എന്താണെന്നറിയോ? എന്ന് പറഞ്ഞത് വഖ്ബിറുഹും, നിന്റെ ജനതയോട് പറഞ്ഞു. ജനത വേറെ ആയാലേക്കട്ടെ, നമ്മൾ ആലോചിച്ചാൽ മതി. നമുക്ക് പറഞ്ഞുതരണം, നമ്മുടെ വാപ്പ പറഞ്ഞുതരാൻ. ആര്? ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിതാവ് പറഞ്ഞുതരാൻ. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരകൾക്ക് അള്ളാഹു പറഞ്ഞു കൊടുക്കാൻ. അതിലൂടെ ഇസ്ലാമിനെ പരിചയപ്പെട്ട ഓരോ മുസ്ലിമിനും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കാൻ. വഖ്ബിറുഹും, അവരെ അറിയിക്കണേ, അന്നൽ ജന്നത ത്വയ്യിബത്തുൻ, സ്വർഗം എന്ന് പറയുന്നത് നല്ല മണ്ണാണ്. അവിടേക്ക് എത്താനാ പറയണത്. ഉപ്പ പറയണേ അവിടെ വെച്ച് കാണണം, നമുക്ക് അവിടെ വെച്ച് കണ്ടുമുട്ടണം. ആ മാർഗം പിൻപറ്റിയാൽ ഏറ്റവും നല്ല മണ്ണായ സ്വർഗത്തിൽ നിങ്ങൾക്ക് വന്നു ചേരാമെന്ന് ഇസ്രാ മിറാജ് യാത്രയില് ഈ ഉമ്മത്തിനെ കാണാനുള്ള ആഗ്രഹം ആര് പറയുന്നു? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പറയുന്നു. ഇബ്രാഹിം നബിക്ക് ഇഷ്ടം ആരോടാണ്? മുഹമ്മദിനി, മുഹമ്മദിന്റെ ഉമ്മത്തിനി. ആ രീതിയിൽ അങ്ങനത്തെ ഒരു സംഭവം കൂടിയില്ലേ? സലാം പറയണം എന്ന് പറയണമെങ്കിൽ ഈ ഉമ്മത്തിനെ എത്രമാത്രം ഇബ്രാഹിം നബിക്ക് സ്നേഹമുണ്ട്, നമുക്ക് എത്ര സ്നേഹം അങ്ങോട്ടുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം? ഈ ഒരു വേള ആലോചിക്കണം. ഈ ഹദീസൊക്കെ പലതവണ നമ്മൾ കേൾക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. നബിക്ക് നമ്മളോടുണ്ടായിരുന്ന ഒരു സ്നേഹം ഉണ്ടായിരുന്നു, നമ്മുടെ ഉമ്മാക്കില്ലാത്ത സ്നേഹം, നമ്മുടെ ഉപ്പാക്കില്ലാത്ത സ്നേഹം, നമ്മളേറെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾക്ക് നമ്മളോടില്ലാത്ത ബഹുമാനം, നമ്മളോടില്ലാത്ത ആദരവ്, നമ്മളോടില്ലാത്ത പരിഗണന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മളോടുണ്ട് എന്നാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞവരാ. അല്ലെ? ഈ ഒരു ദീൻ നമുക്ക് കിട്ടിയത് നബിയുടെ ആ സ്നേഹം കൊണ്ടാ. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ നിസ്കരിക്കുന്നവരാവൂല, നമ്മൾ ഓമ്പോൽക്കുന്നവരാകൂല, നമ്മളാരും മുസ്ലിമീങ്ങളാവൂല. ഈ ദീനിനും വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സഹിച്ച ത്യാഗങ്ങൾ, അത് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ഉമ്മത്തിനോടുള്ള സ്നേഹമാണ്. ഓരോ പ്രവാചകന്റെ പ്രാർത്ഥനയും
ഈ ഉമ്മത്തിനോടുള്ള സ്നേഹമാണ്. റസൂലുള്ള ഒരു ആടിനെ ബലിയർത്ത രംഗം നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ബലീനെ പറ്റി പറഞ്ഞപ്പോ ബലിയർത്തു. എന്നിട്ട് റസൂലുള്ള എന്താ പറഞ്ഞത്? ഇത് എനിക്കും എന്റെ കുടുംബത്തിനും ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ ബലിയർക്കാത്തവൻക്കും വേണ്ടിയാ. ചിലപ്പോ ചില ആൾക്കാർക്ക് സമ്പത്ത് ഉണ്ടാവൂല, സൗകര്യം ഉണ്ടാവൂല, സാഹചര്യങ്ങൾ ഉണ്ടാവൂല. അങ്ങനെ ഈ ഉമ്മത്തിൽ ഉളൂഹിയത്ത് ഇറക്കാത്തവനുണ്ടോ? ഈ അറുത്ത ആട്ടിൻകുട്ടി റബ്ബേ എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ ഉമ്മത്തിനുമാണ്. ഈ ഉമ്മത്തിനോടുള്ള നബിയുടെ കരുതൽ, നബിയുടെ സ്നേഹം. ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ റസൂലുള്ള കിടക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതും നമുക്കറിയാം. അല്ലെ, അള്ളാഹു ആയിഷ ബീവിക്ക് പുറത്തു കൊടുക്കണേ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതും. ആയിഷ ബീവി ചിരി തൂകി നബിയുടെ മടിയിലേക്ക് ചാഞ്ഞപ്പോ റസൂലുള്ളാഹി ചോദിച്ചു, അല്ല ആയിഷ, നിനക്ക് എന്റെ പ്രാർത്ഥന ഇഷ്ടപ്പെട്ടില്ലേ? അയസുറുക്കി ദുആഇ. ആയിഷ ബീവി പറഞ്ഞു, എനിക്ക് എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുക? കാരണം പ്രാർത്ഥിച്ചത് ആരാൻ? റസൂലാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ഇഷ്ടപ്പെടാതിരിക്കുക? സന്തോഷം കൊണ്ടാ നബി എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇത് എന്റെ പ്രാർത്ഥനയാണ്. എന്റെ എല്ലാ നമസ്കാരങ്ങളിലും എന്റെ ഉമ്മത്തിന് വേണ്ടിയുള്ള എന്റെ പ്രാർത്ഥന. ഫീ കുല്ലി സ്വലാത്തി ഹാദാ ദുആഇ ലി ഉമ്മത്തി ഫീ കുല്ലി സ്വലാത്തി. എന്റെ നിസ്കാരത്തിൽ ഞാൻ എന്റെ ഉമ്മത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ്. റബ്ബേ അവർക്ക് പുറത്തു കൊടുക്കണേ വരുന്നതും വരാനിരിക്കുന്നതും. അങ്ങനെയൊക്കെ നമ്മളെ സ്നേഹിച്ച റസൂലുള്ള, ആ നബിയോടുള്ള സ്നേഹം തന്നെ നബിനെ മുറുകെ പിടിക്കുമ്പോഴാണ് ഇബ്രാഹിം നബിക്ക് നമ്മളോട് സ്നേഹം ഉണ്ടെന്നാണ് ഈ പ്രാർത്ഥന എന്ന് മനസ്സിലായത്. സ്വർഗത്തിനെ പറ്റി പറഞ്ഞു നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ടാണ്. സ്വർഗത്തിന്റെ മണ്ണെന്താണ്? ത്വയ്യിബത്ത്, നല്ലതാണ്. അത്വയ്യിബത്തു തുർബ അദ്ബത്തുൽ മാ, അവിടുത്തെ ജലം നല്ല ടേസ്റ്റ് ആണ്. ഇബ്രാഹിം നബി പറഞ്ഞു കൊടുക്കുകയാണ് നബിക്ക്. എങ്ങനെ പറ? അഖ്ബിർഹും, ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാ. അവിടുത്തെ ജലം എന്ന് പറയുന്നത് മായി ദുബായി അല്ല. സഹോദരന്മാരെ, നമ്മൾ പറഞ്ഞു വന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മില്ലത്തിനെ സംബന്ധിച്ചാണ്. ഓരോ രാവുകളിലും റസൂലുള്ള ആ മില്ലത്തിനെ ഓർമ്മിപ്പിക്കാറുണ്ട്. ആ മില്ലത്തനുസരിച്ച് ജീവിക്കണം എന്നുള്ള ബാധ്യതയെ, അതിന്റെ നിർബന്ധ സ്വരത്തെയാണ് റസൂൽ എന്ത് ചെയ്തത്? ആ ദുആയിലൂടെ നമ്മൾ ഓർമ്മിപ്പിച്ചത്. ഇപ്പൊ ഈ പറയപ്പെട്ട പവിത്രമാക്കപ്പെട്ട മാസം, അതിലെ ദുൽഹിജ്ജ എന്ന് പറയുമ്പോൾ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഓർമ്മയാണ്. ഹജ്ജ് എന്ന് പറഞ്ഞത് ഇബ്രാഹിം നബിയുടെ ഓർമ്മകളാണ്. നമ്മൾ പറഞ്ഞു കഅബ ഉണ്ടാക്കി വിളിക്കാൻ വേണ്ടി പറഞ്ഞു, ആളുകൾ മുഴുവൻ വരുന്നു എന്നാണ്. ഇന്നിപ്പോൾ വിമാനങ്ങളിലാവട്ടെ, അതൊക്കെ ഏത് രൂപത്തിൽ ഇന്ന് തിങ്ങി നിറയുന്ന ലക്ഷോപലക്ഷ മുസ്ലിമീങ്ങൾ ഈ ഒരു ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു സുന്ദര ചിത്രം കൂടിയാണ് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഇവിടെ കാണിച്ചു തന്ന ഏറ്റവും വലിയ മാർഗമാണ്. ആ ദീന് ലക്ഷോപലക്ഷം ആളുകൾ ഉണ്ടെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ ഇബ്രാഹിമിനോട് അടുത്ത് നിൽക്കുന്നവൻ ആരായിരിക്കും? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പഠിപ്പിച്ചു തന്ന ദീനനുസരിച്ച് ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം പിൻപറ്റുന്നവനാണ്. അതാണ് അള്ളാഹ് പറഞ്ഞത്. അപ്പൊ പരിശുദ്ധമായ പവിത്രമാക്കപ്പെട്ട മാസങ്ങളിൽ ഈ 90 ദിവസങ്ങളിൽ വിശിഷ്ടമായ ഒരു 10 ദിവസങ്ങൾ ഇനി വരാനുണ്ട്. ഈ ദുൽഹിജ്ജ തുടങ്ങുന്നതോടുകൂടി കൂടുതൽ സൂക്ഷ്മത വേണം. എന്തായാലും ദുൽഹിജ്ജ അശ്ഹുറുൽ ഹുറുമിൽ സൂക്ഷ്മത വേണം, ശ്രദ്ധ വേണം. കുറെ ആളുകൾക്ക് അശ്രദ്ധ ഇല്ല. ഈ പലപ്പോഴും എല്ലാ ദിവസവും കടന്നു വരുന്ന പോലെ എന്ത് ചെയ്യും? അശ്ഹുറുൽ ഹുറുമിൽ ഓരോ ദിവസം കടന്നു വരും. എല്ലാ ദിവസമുള്ള അതേ ഡ്യൂട്ടി, അതേ റൊട്ടീൻ. അശ്ഹുറുൽ ഹുറുമിൻ്റെതായ ഒരു പ്രത്യേകതയോ അശ്ഹുറുൽ ഹുറുമിൻ്റെതായ എന്തെങ്കിലും ഒരു മാറ്റങ്ങളോ എന്ത് ചെയ്യുന്നില്ല? മുസ്ലിം ഉമ്മത്തിന് കടന്നു വരുന്നില്ല. അതെന്തുകൊണ്ടാണ്? കാര്യത്തിന്റെ ഗൗരവം തിരിച്ചറിയാത്തത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇനി വരുന്ന ഈ 3 മാസങ്ങളിൽ 10 ദിവസം ഏറെ ശ്രേഷ്ഠമാണ്. 10 ദിവസം ഏറെ മഹത്വമേറിയ ദിവസമാണ്. അത് ഇന്നിപ്പോ 26 ദുൽഖഅദയാണ്, 27 ദുൽഖഅദയാണെങ്കിൽ ഇനി അതാ കേവലം 3-4 ദിവസങ്ങൾക്കപ്പുറം കടന്നു വരാനിരിക്കുന്ന ഒരു സൗഭാഗ്യത്തിന്റെ ഒരു ചാൻസ് ഉണ്ട്. കുറെ ദുൽഹിജ്ജ 10 കഴിഞ്ഞു പോയി നമ്മുടെ ജീവിതത്തില്. കുറെ ദുൽഹിജ്ജ മാസം 10ഉം 40ഉം 60ഉം 50ഉം ഒക്കെ വയസ്സായ ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. 18ഉം 20ഉം 30 ഒക്കെ ആയ ആൾക്കാർ നമ്മളെ കൂട്ടത്തിലുണ്ട്. ഇത്രയും വർഷങ്ങളിൽ ദുൽഹിജ്ജ മാസത്തിൽ എന്ത് സൂക്ഷ്മതയാണ് നമുക്ക് കൊണ്ടുവന്നെന്നുള്ളത് വേറെ ആരോടും ചോദിക്കണ്ട, നമുക്കുണ്ടാവും. ആ ദിവസങ്ങളെ ഇനി പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്തുന്ന ഒരു അലസന്മാരിൽ, ഒരു മടിയന്മാരിൽ, അതിനെ അശ്രദ്ധാലുക്കളിൽ ഞാനും നിങ്ങൾ ഉൾപ്പെടാൻ പാടില്ല. കാരണം ഇതിന്റെ മഹത്വം അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നതിനെ ഉൾക്കൊള്ളേണ്ടവരാണ്. ആർക്ക് അറിവ് നൽകപ്പെട്ടോ ജ്ഞാനം നൽകപ്പെട്ടോ ഫഖദ് ഊതിയ ഖൈറൻ കസീറ, ധാരാളം നന്മകൾ അവൻക്ക് ലഭിച്ചു എന്നാണ്. നമുക്ക് വരാനിരിക്കുന്ന നന്മകളെ വാരിക്കൂട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിന് ആ രൂപത്തിൽ നമ്മുടെ ഒരു ക്രമം കൊണ്ടുവരാൻ, മനസ്സിനെ പാകപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹിനോട് നിരന്തരം പ്രാർത്ഥിക്കുക. കാരണം ഈ ബലിഷ്ഠങ്ങളായ ദിവസങ്ങളാണ് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ ഒരുമിച്ച് നിർവഹിക്കപ്പെടുന്ന ദിനങ്ങൾ. ഷഹാദത്ത്, സ്വലാത്ത്, സക്കാത്ത്, സിയാമ്, ഹജ്ജ്. ഈ ഹജ്ജും 5ഉം ഒരുമിച്ച് കൂടുന്ന ദിനങ്ങൾ വേറെ ദിവസങ്ങളിലില്ല.
ഈ ദിവസങ്ങൾ തന്നെ വൽ ഫജ്ർ വലയാലിൻ അശ്ർ റബ്ബ് പരിചയപ്പെടുത്തി. പുലരി തന്നെയാണ് സത്യം. പുലരി എന്ന് പറഞ്ഞ തന്നെ അള്ളാഹ് ഒരു കാര്യത്തെ സത്യം ചെയ്യണമെങ്കിൽ അതിന് എന്തെങ്കിലും ഫളീലത്ത് ഉണ്ടാവണം, എന്തെങ്കിലും ശ്രേഷ്ഠത ഉണ്ടാവണം. പുലരിക്ക് എന്ത് ശ്രേഷ്ഠത ഉള്ളത്? മഹാവിസ്മയാണ് അല്ലെ? ഇരുട്ടിനിങ്ങനെ ഫജറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കീറി മുറിച്ചു എന്നാണ്. ഇദൽ ബിഹാറു ഫുജിറത്, ഒരാഴ്ച പറഞ്ഞു സമുദ്രം ഇങ്ങനെ പൊട്ടിപ്പിളർപ്പരുമ്പോൾ. ഇന്ന് നമ്മൾ ഓതിയ ആയത്തുണ്ട്, അല്ലെ? ഈ ഇതിന് വിടവുണ്ടാകുമ്പോൾ. ഫജറ എന്ന വാക്കും അതാണ്. ഫജറ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പിളർത്തി. ഇൻഫിജാർ എന്നറിയും, എക്സ്പ്ലോഷൻ. ഗാസയിലൊക്കെ ബോംബ് പൊട്ടിയില്ലേ? അള്ളാഹു അവർക്ക് സമാധാനം കൊടുക്കട്ടെ. അല്ലെ? പട്ടിണിയാണ് എന്നാ പറയപ്പെടുന്നത്. ഒരുപാട് ആളുകൾ ഒരു ഭക്ഷണപ്പൊതി ഈ നമ്മുടെ നമ്മളെ അധിവസിക്കുന്ന രാഷ്ട്രം ഒരുപാട് കണ്ടെയ്നറുകള് ഭക്ഷണങ്ങളുമായി, അതും പ്രധാനപ്പെട്ട പഞ്ചസാര, ഉപ്പ്, ജീവിതത്തിൽ ആവശ്യമായ ചില കാര്യങ്ങൾ എന്ത് ചെയ്തു? ഒരുപാട് കണ്ടെയ്നറുകളിൽ പറഞ്ഞയച്ചു എന്നാണ്. പക്ഷെ എന്നിട്ട് എന്ത് ചെയ്യുന്നില്ല? എത്തേണ്ടത് കൃത്യമായിട്ട് അവിടെ എത്തിച്ചേരുന്നില്ല. അതിനെ തകർത്തു കളയുന്ന ദുരുദ്ദേശ കുബുദ്ധികൾ, ശത്രുക്കൾ പലപ്പോഴും എന്ത് ചെയ്യുന്നു? ഈ ഭക്ഷണം പോലും നിഷേധിക്കുന്ന അവസ്ഥകളിലേക്ക് എത്തിയെന്നാണ്. അള്ളാഹു ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് നിന്യത നൽകട്ടെ. അള്ളാഹു മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകട്ടെ. അല്ലെ? ആ പട്ടിണിയിലും ആ വേദനകളിലും അള്ളാഹു അവരുടെ തിന്മകൾ പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കട്ടെ, ഷഹാദത്ത് കൊടുക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കണം, അവരെ ഓർക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ദിവസങ്ങളിൽ പോലും ആ ഒരു ഭാഗം പറയാനുള്ള ഒരു കാരണം, അഥവാ ഏറ്റവും നല്ല പവിത്രമാക്കപ്പെട്ട സുന്ദരമായ ദിവസങ്ങൾ അഷ്ഹുറുൽ വൽ ഫജ്ർ. വൽ ഫജ്ർ എന്താ? വൽ ഫജ്ർ പുലരി തന്നെയാ. പുലരി എന്നുള്ള മഹാവിസ്മയാണ്. ഇതിനിങ്ങനെ പിളർത്തുന്ന പുലരി മഹാവിസ്മയാണ്. അതിന് ഫളീലത്തുള്ളതുകൊണ്ടാണ് അള്ളാഹ് സത്യം ചെയ്തത്. അള്ളാഹ് പിന്നെ സത്യം ചെയ്തു വലയാലിൻ അശ്ർ. ഈ പുലരി പോലെ മഹാവിസ്മയമാണ് ഇനിയുള്ള 10 രാവുകൾ എന്നാണ്. അതിനെ കണക്ട് ചെയ്യണമെങ്കിൽ, അതിന്റെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ പുലരിനെ പറ്റി പറയുന്ന കാര്യം വായിച്ചു നോക്കണം, അല്ലെങ്കിൽ അതിനെ കണ്ടു. അതൊരു മഹാ അത്ഭുതമാണ്. റിസർച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോ തന്നെ വലിയൊരു വിസ്മയാണ്. അപ്പൊ ഈ 10 രാത്രി എന്ന് പറയണതോ, അല്ല, ഈ 10 രാത്രിയെ സത്യം ചെയ്ത് പറയണമെങ്കിൽ അതിന് അതിൻ്റെതായ ഫളീലത്തുള്ളതുകൊണ്ടാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഇമാം മുജാഹിദ് റഹിമഹുല്ല, ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തുടങ്ങി ഒരുപാട് മുഫസ്സിറുകൾ രേഖപ്പെടുത്തി ഈ 10 രാത്രികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ അശ്റുൽ അവാഖിരി മിൻ ദുൽഹിജ്ജ. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. 10 ദിവസങ്ങളാണ്. ലയാലിൻ എന്നുള്ളത്, ലൈലത്ത് എന്നുള്ളതിനെ പകലായിട്ട്, ദിവസമായിട്ട് എന്ത് ചെയ്തു? മുഫസ്സിറുകൾ രേഖപ്പെടുത്തി. ഏതുപോലെ ഈ ചില രാവിനെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞു, വഇദ് വഅദ്നാ മൂസ 40 ലൈല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് 40 രാവുകൾ ഞാൻ എന്ത് ചെയ്തു? 40 രാവുകൾ നിശ്ചയിച്ചു കൊടുത്തു. മൂസാ നബിക്ക് തൗറാത്ത് വാങ്ങാൻ വേണ്ടി അള്ളാഹ് നിശ്ചയിച്ചു കൊടുത്തതാണ് 40 രാവുകൾ. ആദ്യം അത് 30 ആയിരുന്നു. സൂറത്ത് മാഇദ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ കാണാം 30 ദിവസങ്ങളായിരുന്നു മൂസാക്ക് ഞാൻ എന്ത് ചെയ്തത്? കൊടുത്തത്. അത് ഫിറഔനിൽ നിന്ന് രക്ഷപ്പെട്ട് ചെങ്കടലും കടന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്രായേൽ സന്തതികളും രക്ഷപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അള്ളാഹ് പറഞ്ഞു 30 ദിവസം എന്ത് ചെയ്യണം? ഇവരിൽ നിന്ന് മാറി നിൽക്കണം, സൂര്യസീനയിൽ പോയി കടന്നു വരണം എന്ന് പറഞ്ഞു. അവിടെ നോമ്പ് നോറ്റ് 30 ദിവസം കഴിച്ചു. ആര്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. തൗറാത്തിനെ വാങ്ങാൻ വേണ്ടി പോവാൻ. തൗറാത്തിനും വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല മൂസയെ ശരിപ്പെടുത്താൻ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹ് ഇങ്ങനെ തയ്യാറാക്കാൻ. ആ 30 ദിവസം കഴിഞ്ഞപ്പോൾ അള്ളാഹ് എന്ത് ചെയ്തു? സുമ്മ അത്ബഅനാഹു അശ്റ. 10 ദിവസം കൂടി എന്ത് ചെയ്തു? ഞാൻ കൂടുതൽ കൊടുത്തു. ആ സൂറത്തിലെ ആയത്തിൽ അതാണ് 10 ദിവസം കൂടി കൂടുതൽ. അപ്പൊ എത്രയായി? 4. ആ 40ാമത്തെ ദിവസം എന്നാണ് ഏതാ ദിവസം എന്നറിയോ? ചില മുഫസ്സിറുകൾ രേഖപ്പെടുത്തി യൗമുൻ നഹറാൻ. എന്ത് യൗമുൻ നഹർ? അറബ് ദിവസം. അപ്പൊ ഈ 10 ദിവസം എന്ന് പറയുന്നത് ഏതാണ്? ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10ാമത്തെ ദിവസമാണ് യൗമുൻ നഹർ. 1ാമത്തെ ദിവസം ദുൽഹിജ്ജ 1, അല്ലെ? പിന്നെ ഇതെങ്ങനെ പറഞ്ഞ് 8ാമത്തെ ദിവസം യൗമു തർബിയ, 9ാമത്തെ ദിവസം യൗമു അറഫ, 10ാമത്തെ ദിവസം യൗമുൻ നഹർ, പിന്നെയുള്ള 3 ദിവസം അയ്യാമു തശ്രീഖ്, അല്ലെ? അള്ളാഹ് റസൂൽ പരിചയപ്പെടുത്തി. ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹ് ആദരിച്ചത് ഈ 10 ദിവസം കൂടി ചേർത്തിട്ടാന്ന് പറയുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തൗറാത്ത് ലഭിച്ച് അള്ളാഹു ആദരിച്ച ഒരു രംഗം കൂടി എന്തുണ്ടാവണം? അശ്റ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 നമുക്ക് ഓർക്കാനുണ്ട്. ഈ വലയാലിൻ അശ്ർ 10 രാത്രികൾ തന്നെയാണ് സത്യമെന്ന് പറഞ്ഞപ്പോൾ ആ ലയാലി എന്നുള്ളത് രാവിനെയാണ് യൂസ് ചെയ്യുന്നതെങ്കിലും ഖുർആനിൽ പലപ്പോഴും അതൊരു ദിവസമായിട്ട് രേഖപ്പെടുത്തിയത് ഈ ആയത്തുകളിൽ കാണാം. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസിനെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു 10 ദിനരാത്രങ്ങൾ, 10 ദിനരാത്രങ്ങൾ, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്. ഈ ദിവസം നമ്മൾ എന്ത് നന്മ ചെയ്താലും മറ്റു മാസങ്ങളിൽ ചെയ്തതിനേക്കാൾ. അപ്പൊ ചില പണ്ഡിതന്മാർ ചോദിച്ചു, ലൈലത്തുൽ ഖദറിനേക്കാളും ശ്രേഷ്ഠമാണോ? ലൈലത്തുൽ ഖദറിൻ്റെതായ ഫളീലത്തുണ്ട്.
അതെത്ര 1000 മാസത്തേക്കാൾ പുണ്യമാണെന്ന് പറഞ്ഞു. പക്ഷേ അത് ഫദീലത്തിനെ പറഞ്ഞതാ. ഇത് റബ്ബിന്റെ ഇഷ്ടത്തിനെ സംബന്ധിച്ച റസൂലുള്ള പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ അത് ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. അതാ പറഞ്ഞത്, വദ്കുറുസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്, അറിയപ്പെട്ട ദിവസങ്ങൾ നിങ്ങൾ റബ്ബിനെ സ്മരിച്ചുകൊണ്ടിരിക്കുക. അയ്യാമിൻ മഅലൂമാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ പറയപ്പെട്ട ദിവസങ്ങളാണെന്നാണ് മുഫസ്സിറുകൾ മുഴുവൻ രേഖപ്പെടുത്തിയത്. അപ്പൊ ഒരു സഹാബി ചോദിച്ചു, അല്ല റസൂലെ, അള്ളാന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാളും അള്ളാഹ്ക്ക് ഇഷ്ടാണോ ഈ 10 ദിവസങ്ങൾ ചെയ്യുന്ന അമല്? റസൂലുള്ള പറഞ്ഞു, അതെ, ജിഹാദിനേക്കാളും. പക്ഷെ ഒരാൾ ജിഹാദിന് വേണ്ടി പോയി, അയാളുടെ സമ്പത്തും അയാളുടെ ശരീരവും അയാൾ അള്ളാഹുൽ സമർപ്പിച്ചു പോയി. പക്ഷെ അയാൾ മടങ്ങി വന്നില്ല. മടങ്ങി വന്നിട്ടില്ലെങ്കിൽ അയാളോട് ഉണ്ടാവില്ല. പക്ഷെ ജിഹാദിനേക്കാളും അള്ളാഹ്ക്ക് സ്നേഹമാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, അള്ളാഹ്ക്ക് പ്രിയങ്കരമാണ് ഒരു ദിർഹം ഈ ഒരു ദിവസം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ. ഈ 10 ദിവസം നല്ല ധർമ്മം ചെയ്യാൻ, 10 ദിവസം കൃത്യമായി നിർബന്ധ ബാധ്യതകളെ നിർവഹിക്കാൻ, ഐച്ഛികമായ കർമ്മങ്ങൾ ചെയ്യാൻ, അതുപോലെ തന്നെ 9ാമത്തെ ദിവസം ഒരു നോമ്പ് റസൂലുള്ള പരിചയപ്പെടുത്തി. അല്ലെ, റസൂലുള്ള എന്ത് ചെയ്യാറുണ്ട്? ഹാജിമാരല്ലാത്ത ആളുകൾ യൗമ അറഫയിൽ നോമ്പ് അനുഷ്ഠിക്കട്ടെ. റസൂലുള്ള പറഞ്ഞു, ആ അറഫ ദിവസം നോമ്പ് അനുഷ്ഠിച്ചാൽ എന്താണ്, തുകഫിറു സനത്തൽ മാദിയ വതുകഫിറു സനത്തൽ ഖാബില, വരാനിരിക്കുന്ന ഒരു വർഷത്തിന്റെയും കഴിഞ്ഞു പോയ ഒരു വർഷത്തിന്റെയും തിന്മകൾ അള്ളാഹു ഒട്ടുപുറത്തു മാപ്പാക്കി കൊടുക്കും. വൻപാപം പൊറുക്കൂല, ചെറിയ പാപം. കാരണം വൻപാപം പൊറുക്കണമെങ്കിൽ തൗബ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിയവരാ നമ്മൾ. അത് 5 നേരത്തെ നിസ്കാരം എല്ലാ തിന്മകളും അയച്ചോളയും. പക്ഷെ വൻപാപം പൊറുക്കണം എന്നുണ്ടെങ്കിൽ കർമ്മങ്ങൾ പോരാ. അതിനെന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം. അള്ളാഹു വിട്ട് പുറത്തു മാപ്പാക്കി തെരുമാറാവട്ടെ. ഈ നാളുകളുടെ സവിശേഷതകൾ ഇൻഷാ അല്ലാഹ് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഈ നാളുകളുടെ സവിശേഷതയും മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്യണം. അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കണം, അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞറിയാതെയൊക്കെ ജീവിതത്തിൽ വരുന്ന ഒരുപാട് തിന്മകളുണ്ട്. അശ്രദ്ധ കൊണ്ട്, അലസതകൾ കൊണ്ട് പലപ്പോഴും കടന്നു വന്ന പോരായ്മകൾ അള്ളാഹുവെ വിട്ടു പുറത്ത് മാപ്പാക്കി തരണേ. അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാവിധ പ്രയാസങ്ങളെയും മാറ്റി തരണേ. ഒരുപാട് പ്രയാസങ്ങളുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുയുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ ഹജ്ജിന് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു ആരോഗ്യത്തോടു കൂടി ഹജ്ജ് നിർവഹിക്കാൻ. കാരണം കുറേ പണം ചെലവഴിച്ച് ആരോഗ്യം ചെലവഴിച്ചിട്ടാണ് പോണത്. അതെങ്ങാനും പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വലിയ സങ്കടമാണ്. അള്ളാഹു അവർക്ക് അത് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. നമ്മളെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിരുന്ന പലരും, ഇപ്പോൾ ഷാനവാസ് സാഹിബ് നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കാലങ്ങളോളം നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ ഹജ്ജിന് വേണ്ടി പോകുന്നുണ്ട്, ക്ലാസ്സുകളിൽ ഉസ്താദെ പറയണമെന്ന്. നമുക്കൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കറിയാത്ത നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഹജ്ജിന് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ ഹജ്ജ് സ്വീകരിക്കട്ടെ. മബ്റൂറായ ഹജ്ജ് ചെയ്യാൻ ആരോഗ്യം കൊടുക്കട്ടെ. അതുപോലത്തെ ഹജ്ജ് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലെ, ആരോഗ്യത്തോടെ സ്വബോധത്തോടെ അറിവോടുകൂടി ചെയ്യുന്ന ഹജ്ജിനോളം പോകുന്ന ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. ഒരു ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് പെറ്റിട്ട കുഞ്ഞിനെ പോലെ ഒരു തിന്മയുമില്ലാത്തവനായി ഈ ലോകത്തിൽ നിന്ന് മരണപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ ഞങ്ങളുടെ ആരാധനകളെ സ്വീകരിക്കണേ. അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാവിധ നിയ്യത്തുകളെയും റബ്ബെ നീ സ്വീകരിക്കണേ. അള്ളാഹു ഞങ്ങളുടെ പോരായ്മകളെ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ഇണകൾ എല്ലാറ്റിലും റബ്ബെ നീ കൺകുളിർമ പ്രദാനം ചെയ്യണേ. അവർക്കൊക്കെ നല്ലത് കൊടുക്കണേ. അള്ളാഹുവെ ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.